Hello everyone, welcome back to a new Meghalaya session. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA അറബിക്കിൻ്റെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ ചെറിയൊരു പേപ്പറാണ്, നമുക്ക് കൂടുതലായിട്ടൊന്നും ഈ ഒരു പേപ്പറിലായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യാനില്ല. അതായത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടെയാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ചില പോർഷൻസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാമർ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഡിഫിക്കൽട്ടി നേരിടുന്നത് അല്ലേ. സോ ഇപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ ഒരു മെഗാലയ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, അപ്പം നമുക്ക് 6 ബ്ലോക്കുകളാണ് ഈ ഒരു യൂണിറ്റിലായിട്ട് ഈ ഒരു പേപ്പറിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. So moving on to our first question, that is, describe the fundamental process of communication including its core elements and the role of encoding and decoding. So ഫണ്ടമെൻ്റൽ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫോർമേഷൻസ്, നമ്മുടെ തോട്ട്സുകൾ, ഐഡിയാസുകൾ, അതുപോലെ തന്നെ ഇമോഷൻസ്, ഇതെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്നുള്ള വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ കമ്മ്യൂണിക്കെയർ എന്ന് പറഞ്ഞാൽ ടു എക്സ്ചേഞ്ച് എന്നാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടു ഷെയർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, മീനിങ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് യൂസിങ് എ കോമൺ സിസ്റ്റം അല്ലേ. ഒരു കോമൺ മീഡിയം യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, 2 ഇൻഡിവിജ്വൽ തമ്മിൽ എന്ത് ചെയ്യുന്നു, അവരുടെ ഫീലിങ്സും ഐഡിയാസും ഇമോഷൻസും തോട്ട്സും എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദ ഫണ്ടമെൻ്റൽ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിവോൾവ്സ് അറൗണ്ട് 4 കോർ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ 4 കോർ എലമെൻറ്റ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത് അല്ലേ. എന്തൊക്കെയാണ് 4 കോർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഇസ് ദ സെൻഡർ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ മെസ്സേജർ, ആൻഡ് തേർഡ് വൺ ഇസ് ദ റിസീവർ, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഫീഡ്ബാക്ക്. ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, 4 core elements of communication. Communication processന്റെ 4 core elements എന്ന് പറയുന്നത്. So the process begins with the sender. So ഈ communication എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? By or from the message അല്ലേ. മെസ്സേജിൽ നിന്ന് അല്ലെങ്കിൽ സെൻഡറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻഡറിൽ നിന്നും മെസ്സേജ് എന്ത് ചെയ്യുന്നു, റിസീവറിലോട്ട് എത്തുന്നതാണ് അല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ആൻഡ് എൻകോഡിംഗ് ഇസ് ദ ക്രിട്ടിക്കൽ സ്റ്റെപ്പ് വേർ ദ സെൻഡർ കൺവേർട്ട് ദെയർ ഇൻറ്റേർണൽ തോട്ട് ആൻഡ് ഐഡിയാസ് ഇൻ ടു സിംപിൾസ്. സോ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻഡറിൽ നിന്നാണ്. സെൻഡറാണ് മെസ്സേജസ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ എൻകോഡിങ്ങിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് എൻകോഡിങ് ഇസ് ദ ക്രിട്ടിക്കൽ സ്റ്റെപ്പ് വേർ ദ സെൻഡർ കൺവേർട്ട്സ് ദെയർ ഇൻറ്റേർണൽ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇൻ ടു സിംപിൾസ് അല്ലേ. സോ അപ്പോൾ ഈ ഒരു എൻകോഡിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷനിലൊരു സ്റ്റെപ്പാണ്. അതായത് സെൻഡർ തൻ്റെ ഇൻറ്റേർണൽ തോട്ട്സുകളെ സിമ്പിൾസിലോട്ടും ഐഡിയാസിലോട്ടും കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യുന്നു, ഒരു മീഡിയത്തിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ റിസീവറിലോട്ട് എത്തുകയും റിസീവർ ആ ഒരു മെസ്സേജിനെ എന്ത് ചെയ്യാണ്, ഡീകോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ their internal thoughts and ideas into symbols which can be either verbal or graphic. വെർബലിയും പറയാം, ഗ്രാഫിക്കലിയും എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫിക്കലി മീൻസ് ഇമേജസ് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ വൺസ് ദ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ് ദ റിസീവർ പെർഫോംസ് ഡീകോഡിംഗ് വിച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻഡഡ് മീനിങ്. സോ വൺസ് ദ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ് അല്ലേ, ഒരിക്കൽ ഈ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ എന്ത് ചെയ്യുന്നു,
ചെയ്യുന്നു, ഈ ഒരു മെസ്സേജിനെ ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഡീകോഡിംഗ് ഇസ് ദി പ്രോസസ് ഓഫ് ഇന്റർപ്രറ്റിംഗ് these symbols to understand the intended meaning. സോ അതായത് സെൻഡർ എന്താണ് ഇൻറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഡീകോഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ സക്സസ്ഫുൾ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത് എങ്ങനെയാണ്, എൻകോഡിങ്ങും ഡീകോഡിങ്ങും എന്ത് ചെയ്യുന്നു, സക്സസ്ഫുള്ളി നടക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത്. സോ ഇഫ് ദ റിസീവർ ഡസ് നോട്ട് കോംപ്രഹെൻഡ് ദ ഇൻഫോർമേഷൻ ആസ് ഇൻറ്റൻഡഡ്, ദ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇൻഎഫക്റ്റീവ് അല്ലേ. ഇപ്പോൾ സെൻഡർ പറഞ്ഞിട്ടുള്ള കാര്യം റിസീവർ അതേ ടോണിലും അല്ലെങ്കിൽ അതേ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലേ. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻഎഫക്റ്റീവാണ്. ദെൻ ഫീഡ്ബാക്ക് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒന്നാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് ദ സൈക്കിൾ കംപ്ലീറ്റഡ് ത്രൂ ഫീഡ്ബാക്ക് ആൻഡ് അലോവിങ് ദ റിസീവർ ടു റെസ്പോണ്ട് ദ സെൻഡർ അല്ലേ. റിസീവർ എന്ത് ചെയ്യാണ്, സെൻഡറിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദിസ് ഫ്ലോ ക്യാൻ ബി വൺ വേ. സോ ഈ ഒരു ഫ്ലോ ഒരു പക്ഷേ എന്തായിരിക്കാം, ഒരു വൺ വേ ആയിരിക്കാം. സച്ച് ആസ് റീഡിങ് എ ബുക്ക് വേർ നോ ഫീഡ്ബാക്ക് ആസ് പോസിബിൾ. സോ ഇനിയിപ്പോൾ നമ്മൾ ഒരു ബുക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് ഒരു പക്ഷേ എന്താവണമെന്നില്ല, നമുക്ക് ഫീഡ്ബാക്കുകളൊന്നും എന്ത് ചെയ്യില്ല, കിട്ടില്ല അല്ലേ. അപ്പോൾ അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് ദിസ് ഫ്ലോ ക്യാൻ ബി വൺ വേ സച്ച് ആസ് റീഡിങ് എ ബുക്ക് then where no feedback is possible, or two-way communication ഉണ്ടായിരിക്കും such as interpersonal conversations. So interpersonal conversation ഒരു two-way communication ആണ്. അതായത് interpersonal communication എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പേര് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ കോൺവെർസേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ടു വേ ഇൻ്ററാക്ഷൻ ദ റിലേഷൻഷിപ്പ് മേ ബി സിമെട്രിക്. സോ ഒരു ടു വേ ഇൻ്ററാക്ഷനിൽ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ എന്തായിരിക്കാം, സിമെട്രിക് ആയിരിക്കാം വിത്ത് ഈക്വൽ ഇൻവോൾവ്മെൻറ്റ്. സോ അവിടെ സെൻഡറും റിസീവറും ഒരുപോലെ എന്ത് ചെയ്യണം, ഇൻവോൾവ്ഡ് ആവണം എന്നുള്ളതാണ്. ദെൻ ഓർ അസിമെട്രിക്കും ആവാം, where one party such as teacher in a lecture is dominant. സോ ഇനി സിമെട്രിക് ആണെന്ന് പറയുമ്പോൾ അവിടെ സെൻറ്ററും റിസീവറും എന്ത് ചെയ്യുന്നു, ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അസിമെട്രിക് ആണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ലെക്ചർ പറയുകയാണെന്ന് വിചാരിക്കുക അല്ലേ. സോ ആ ഒരു സമയത്ത് ടീച്ചറാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം എന്താണ്, അത് കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് compare and contrast the four major styles of communication and identify the most effective style for interpersonal interaction. So 4 സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ ആ 4 മേജർ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനുമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ സിമിലാരിറ്റീസും ഡിഫറൻസസും കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് എഫക്റ്റീവ് സ്റ്റൈൽ ഫോർ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ഏതാണ് എന്നുള്ളതുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആർ കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ഹൗ ഇൻഡിവിജ്വൽസ് എക്സ്പ്രസ് ദെയർ നീഡ്സ്. സോ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് അവരുടെ നീഡ്സും ഇൻറ്ററാക്ഷൻസും മറ്റുള്ളവരോട് നടത്തുന്നത് എന്നതിൻ്റെ ബേസിസിലാണ് കമ്മ്യൂണിക്കേഷനെ 4 സ്റ്റൈലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ 4 മേജർ സ്റ്റൈൽ ആർ അഗ്രസീവ്, പാസീവ് അഗ്രസീവ് ആൻഡ് അസേർട്ടീവ്. സോ 4 മേജർ സ്റ്റൈൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് അഗ്രസീവ്, നെക്സ്റ്റ് പാസീവ്, ആൻഡ് third one is passive aggressive, and the fourth one is assertive. ഇങ്ങനെ 4 ടൈപ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത് എന്നുള്ളതാണ്. ദെൻ
An aggressive style involves expressing one's needs without considering the feelings of others. അതായത് അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് കാണാതെ എന്ത് ചെയ്യാം, അവരോട് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ പറയാം. അതായത് അഗ്രസീവ് സ്റ്റൈൽ ഇൻവോൾവ്സ് എക്സ്പ്രസിങ് വൺസ് നീഡ്സ്. നമ്മൾ നമ്മുടെ നീഡ്സുകൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നീഡ്സുകളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പറയുന്നതാണ് അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ വിച്ച് ഫ്രീക്വൻ്റ്ലി ലീഡ്സ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സോ അത് ഫ്രീക്വൻ്റ്ലി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് എത്തിക്കും. ദെൻ കൺവേഴ്സ്ലി എ പാസീവ് സ്റ്റൈൽ ഈസ് characterized by accepting everything without disagreement. സോ പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെയും ഡിസഗ്രി ചെയ്യാതെ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാസീവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ദ പാസീവ് അഗ്രസീവ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ദ പാസീവ് അഗ്രസീവ് സ്റ്റൈൽ ഇസ് മോർ കോംപ്ലെക്സ് ആസ് ദ ഇൻഡിവിജ്വൽ സപ്രസസ് ദെയർ ഡിസഗ്രിമെൻറ്റ് while using indirect tactics such as sulking or sarcasm to express dissatisfaction. So among these, the assertive style is recognized as the most effective style of communication. ഈ 4 കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയുന്നത് അസേർട്ടീവ് സ്റ്റൈലാണ്. സോ അസേർട്ടീവ് സ്റ്റൈൽ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ മോസ്റ്റ് എഫക്റ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഇൻ ദ സ്റ്റൈൽ എ പേഴ്സൺ എക്സ്പ്രസ് ദെയർ ഫീലിംഗ്സ് ആൻഡ് നീഡ്സ് ക്ലിയർലി ആൻഡ് ഡയറക്ട്ലി വൈൽ സൈമിൾട്ടേനിയസ്ലി കൺസിഡറിങ് ദ നീഡ്സ് ഓഫ് അതേഴ്സ്. സോ ഇൻ ദ സ്റ്റൈൽ, അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ, ഈ ഒരു അസേർട്ടീവ് സ്റ്റൈലിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഫീലിങ്സും അവരുടെ നീഡ്സും ക്ലിയർലി ഡയറക്റ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്ന സ്റ്റൈലാണ് അസേർട്ടീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പാസീവ് അഗ്രസീവ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ്ഡ് ആണ്. അവിടെ ഓരോ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യാണ്, അവരുടെ ഡിസഗ്രിമെൻറ്റ് സപ്രസ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്ടിക്സുകൾ കണ്ടെത്തുക. അതായത് നമ്മൾ സർക്കാസം, സൾക്കിങ് തുടങ്ങിയിട്ടുള്ള അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വഴികൾ കണ്ടെത്തുന്നതാണ് പാസീവ് അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അസേർട്ടീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത്, നമ്മുടെ നീഡ്സ് എന്താണോ അത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ബാലൻസ്ഡ് അപ്രോച്ച് this balanced approach leaves very little scope for misunderstanding and fosters healthy interpersonal relationship. അപ്പോൾ ഒരു അസേർട്ടീവ് സ്റ്റൈൽ ആകുമ്പോൾ അവിടെ കുറച്ചും കൂടെ എന്താണ്, നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് അസേർട്ടീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് സ്റ്റൈൽ ഇസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെർബൽ കമ്മ്യൂണിക്കേഷന് ഈ ഒരു സ്റ്റൈൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വെദർ ഓറൽ, ദാറ്റ് മീൻസ് spoken words, or written, mail, text messages, as well as non-verbal communication which uses gestures and body language to relay message without words. So ഒരു വേർബൽ കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ഈ ഒരു സ്റ്റൈൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനി ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഓർ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്താണ് ഈ ഒരു സ്റ്റൈൽസുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻറ്റ്സ് ഇൻവോൾവഡ്, പ്രൊവൈഡിങ് എക്സാമ്പിൾ ഫോർ ഈച്ച്. സോ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻറ്റ്സ് ഇൻവോൾവഡ്, പ്രൊവൈഡിങ് എക്സാമ്പിൾ ഫോർ ഈച്ച്. സോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിസ്റ്റിങ്ക്റ്റ് ലെവൽ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പേഴ്സൺ ഇൻവോൾവ്ഡ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ എത്ര ആളുകൾ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്നതിൻ്റെ ബേസിസിൽ കമ്മ്യൂണിക്കേഷനെ 5 എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ്
Intrapersonal communication is the most basic level. First എന്ന് പറയുന്നത് intrapersonal communication ആണ്. നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് intrapersonal communication എന്ന് പറയുന്നത്. And taking place entirely within oneself. അല്ലേ, നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. സോ such as experiencing emotions, നമ്മുടെ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മളെക്കുറിച്ച് തന്നെ റിമെമ്പർ ചെയ്യുക, ഇതൊക്കെ എന്താണ്, intrapersonal communication ആണ്. So it is vital for self-involvement and stress management. So നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മളിൽ തന്നെ ഇൻവോൾവ്ഡ് ആവാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡയാഡിക് കമ്മ്യൂണിക്കേഷനാണ് നെക്സ്റ്റ് വരുന്നത്. സോ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എക്സാക്ട്ലി 2 പാർട്ടിസിപ്പൻറ്റ്. സോ 2 പാർട്ടിസിപ്പൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡയാഡിക് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്നത്. സച്ച് ആസ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ. സോ ഒരു ഫ്രണ്ട്ലി ടെലിഫോൺ കോൺവെർസേഷൻ അതിനൊരു എക്സാമ്പിളാണ്. സോ ദിസ് ഫോം ഇസ് ഡൈനാമിക് as the roles of sender and receiver constantly interchange. അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഡൈനാമിക്സ് ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതായത് കോൺസ്റ്റൻ്റ്ലി സെൻഡറിലും റിസീവറിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർചേഞ്ചിങ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദിസ് ഫോം ഇസ് ഡൈനാമിക് ആസ് ദ റോൾ ഓഫ് സെൻഡർ ആൻഡ് റിസീവർ കോൺസ്റ്റൻ്റ്ലി ഇൻ്റർചേഞ്ച്. നെക്സ്റ്റ്, small group communication involves more than 2 participants. ഇനി നെക്സ്റ്റ് ചെറിയ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഒരു സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ മോർ ദാൻ 2 പാർട്ടിസിപ്പൻറ്റ്, അതായത് 2-ലധികം പാർട്ടിസിപ്പൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി ഒരു ഓഫീസ് മീറ്റിംഗ് ഒക്കെ എന്താണ് അതിന് എക്സാമ്പിളാണ്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ ബിസിനസ് സെറ്റിംഗ്സ് ടു ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഐഡിയ ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോമൺ ഗോൾസുകൾ അച്ചീവ് ചെയ്യാനും ഈ ഒരു സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം എഫക്റ്റീവാണ്. നെക്സ്റ്റ് വരുന്നത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ occurs when a single source sent a message to many people, typically an audience. സോ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ സെൻഡർ അല്ലെങ്കിൽ സ്പീക്കറാണ് ഉണ്ടാവുന്നത്. സോ അയാളാണ്, ആ ഒരു സെൻഡറാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ആളുകളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പബ്ലിക് സ്പീച്ച് എന്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളായിട്ട് പറയാം. ആൻഡ് ഓഫൺ യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ്, ബിൽഡിംഗ് പ്രൊഫഷണൽ നെറ്റ്വർക്ക്സ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യാം. ദെൻ ഫൈനലി മാസ് കമ്മ്യൂണിക്കേഷൻ. ലാസ്റ്റ്ലി നമുക്ക് പറയാനുള്ളത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എ മാസീവ് ഓഡിയൻസ് ദാറ്റ് കനോട്ട് ബി ഗ്രൂപ്പഡ് ടുഗെദർ. സോ നെക്സ്റ്റ് വരുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷനിൽ എത്ര ആളുകൾ ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കും? മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എ മാസീവ് ഓഡിയൻസ് ദാറ്റ് കനോട്ട് ബി ഗ്രൂപ്പഡ് ടുഗെദർ അല്ലേ. സോ and utilizing technology like radio as a medium. So radio, television, മറ്റ് മീഡിയംസ് ഇതിലൂടെയൊക്കെ നമ്മൾ ഒപ്പമില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണം എന്നില്ല അല്ലേ. മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എ മാസീവ് ഓഡിയൻസ് ദാറ്റ് ക്യാൻ നോട്ട് ബി ഗ്രൂപ്പഡ് ടുഗെദർ ആൻഡ് യൂട്ടിലൈസിങ് ദ മീഡിയം. സോ റേഡിയോ, ടെലിവിഷൻ, എനി അതർ മീഡിയംസ്. Unlike other forms, mass communication typically offers no scope for feedback because it is mediated by technology. So effective communication across these levels requires various techniques such as empathy, which involves the suspension of ego to feel the speaker feeling as you are on. So മറ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെ പോലെയല്ല മാസ് കമ്മ്യൂണിക്കേഷനിൽ ടിപ്പിക്കലി ഓഫേഴ്സ് നോ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്കിനുള്ള സ്കോപ്പ് ഇല്ല എന്നാണ്. അതായത് നമുക്കിപ്പോൾ റേഡിയോയിലൂടെ പറയുന്നതാണ് എങ്കിൽ നമുക്ക് അറ്റ് എ മൊമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കില്ല അല്ലേ. സോ കാരണം അതൊരു ടെക്നോളജിയിലൂടെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ദീസ് ലെവൽസ് റിക്വയർസ് വേരിയസ് ടെക്നിക്സ്. സോ
എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സുകൾ ആവശ്യമാണ്. ആൻഡ് സച്ച് ആസ് എംപതി വിച്ച് ഇൻവോൾവ്സ് ദ സസ്പെൻഷൻ ഓഫ് ഈഗോ, സ്പീക്കേഴ്സ് ഫീലിംഗ് ആസ് യു ആർ ഓൺ, അല്ലേ? സ്പീക്കർ നമുക്കൊരു ഈഗോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു എംപതറ്റിക് ഫീൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. So explain the characteristics of formal and informal communication styles within a organizational context. So next question ചോദിച്ചിട്ടുള്ളത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻ ആൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇസ് കാറ്റഗറൈസ്ഡ് ബൈ സ്റ്റൈൽ ഇൻ ടു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫോംസ്. സോ ഒരു ഓർഗനൈസേഷണൽ സെറ്റിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫോംസുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫോർമൽ ഓർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഫോളോസ് പ്രീ ഡിഫൈൻഡ് ചാനൽസ്. സോ ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും, പ്രീ ഡിറ്റർമിൻഡ് ചാനൽസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രോട്ടോകോൾസും ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് ബീയിങ് റിജിഡ്. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ റിജിഡ് ആയിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും, ആൻഡ് ഇറ്റ് വാസ് സ്ലോ ആസ് ഇൻഫോർമേഷൻ മസ്റ്റ് പാസ് ത്രൂ വേരിയസ് ഹൈറാർക്കിയൽ സ്റ്റേജസ്, അല്ലേ? ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഫ്ലോ ക്യാൻ ബി വെർട്ടിക്കൽ. സോ ഈ ഒരു ഫ്ലോ എന്തായിരിക്കാം, വെർട്ടിക്കൽ ആയിരിക്കാം, ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലെവൽസ്, ആൻഡ് ഹൊറിസോണ്ടൽ ഉണ്ട്, അതായത് ബിറ്റ്വീൻ എംപ്ലോയീസ് അറ്റ് ദ സെയിം ലെവൽ. സോ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പർ ആൻഡ് ലോവർ ലെവൽസ്, അതായത് സബോർഡിനേറ്റ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷണൽ സെറ്റിങ്ങിലാണെങ്കിൽ സബോർഡിനേറ്റും സുപ്പീരിയേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി ഹൊറിസോണ്ടൽ ലെവലാണെങ്കിൽ ഒരേ രീതിയിലുള്ള എംപ്ലോയീസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ദെൻ ഓർ ഡയഗണൽ, ദാറ്റ് മീൻസ് അക്രോസ് ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അല്ലേ? ഡിഫറെൻറ്റ് ലെവൽസിലുള്ള ആളുകൾ സംസാരിക്കുക, ഡിഫറെൻറ്റ് പൊസിഷനിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആളുകൾ. ഫോർ എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് റൈസിങ് ആൻ ഇഷ്യൂ ഫസ്റ്റ് ടു എ ക്ലാസ് മോണിറ്റർ ആൻഡ് ബിഫോർ ഇറ്റ് റീച്ചേഴ്സ് എ പ്രിൻസിപ്പൽ. സോ ഇല്ലുസ്ട്രേറ്റ് ദ സിസ്റ്റമാറ്റിക് പ്രോഗ്രഷൻ. സോ ആക്ച്വലി എന്താ പറയുന്നത്, ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇഷ്യൂ ആദ്യം പറയുന്നത് ആരോടാണ്, ക്ലാസ് ടീച്ചറോടായിരിക്കും, അല്ലേ? ക്ലാസ് മോണിറ്റർ ചെയ്യുന്ന ആളോടായിരിക്കും. ദാറ്റ് വാസ് എൻ ഹൊറിസോണ്ടൽ ലെവൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ബിഫോർ ഇറ്റ് റീച്ചേഴ്സ് എ പ്രിൻസിപ്പൽ, സോ അതിന് ശേഷം എന്തായിരിക്കും, ടു ദ പ്രിൻസിപ്പൽസ്, ദാറ്റ് ഈസ് എ വെർട്ടിക്കൽ ലെവൽ. സോ ആക്ച്വലി അവിടെ എന്താണ്, സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് എന്നുള്ളതുണ്ട്. So in contrast, informal communication often called grapevine communication. So ഇനി അതിന് നേരെ തിരിച്ചാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഓഫൺ വിളിക്കുന്നത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഡസ് നോട്ട് ഫോളോ ഒഫീഷ്യൽ ചാനൽസ്. So it is mostly oral, flexible, spontaneous and for stretching in all direction rather than following a rigid path. സോ ആക്ച്വലി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓറലി ആണ്, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. നമ്മളവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യില്ല, ഒന്നും ആലോചിക്കില്ല, സ്പോണ്ടേനിയസ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഫാസ്റ്റ് സ്ട്രെച്ചിങ് ഇൻ ഓൾ ഡയറക്ഷൻ റാദർ ദാൻ ഫോളോവിങ് എ റിജിഡ് പാത്ത്. ദെൻ ഏത് രീതിയിലും നമുക്ക് സംസാരിക്കാം ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ. ദെൻ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടിപ്പിക്കലി ഒക്കേഴ്സ് എമംഗ് ഇൻഡിവിജ്വൽസ് അറ്റ് ദ സെയിം ലെവൽ. സോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടിപ്പിക്കലി നടക്കുന്നത് ഒരേ ലെവലിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതായത് ഫ്രണ്ട്സ് ചാറ്റിംഗ്, ദെൻ നമ്മൾ റിലേറ്റീവ്സിനോട് സംസാരിക്കുന്നത്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. While formal communication is often better suited for official reports and circulars, informal communication helps build interpersonal bonds. അല്ലേ? ഇപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൂടുതലായിട്ട് സ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലി അല്ലെങ്കിൽ ഒരു ഓഫീസ് സർക്കിളിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ്. സോ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ടും ഇൻ്റർപേഴ്സണൽ ബോണ്ട്
അതായത് പരസ്പരം രണ്ടുപേര് തമ്മിലുള്ള ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. So, to maintain effectiveness in both style, communicators should carefully choose their words. So, ഇനി ഏത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ പോലും ആ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ എഫക്റ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, രണ്ട് ഇൻ്റർപേഴ്സണൽ ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ത് ചെയ്യണം, ഷുഡ് കെയർഫുള്ളി ചൂസ് ദെയർ വേർഡ്സ്. അവർ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ വളരെ കെയർഫുള്ളി ചൂസ് ചെയ്യുക. ആൻഡ് അവോയ്ഡിങ് ഫില്ലർ വേർഡ്സ് ലൈക്ക് സോ തുടങ്ങിയിട്ടുള്ള വേർഡ്സുകൾ. അതായത് നമുക്ക് ഒരു സ്റ്റാമറിങ് പോലെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള വേർഡ്സുകൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഒരു വേർഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻഷുർ ക്ലാരിറ്റി ടു പ്രിവെൻറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. എപ്പോഴും വളരെയധികം ക്ലാരിഫൈഡ് ആയിട്ട് സംസാരിക്കുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. So moving on to the next question, that is, analyze the various linguistics and semantic barriers that can impede effective communication and provide strategies to overcome them. So various linguistic and semantic barriers ആണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. So linguistics or semantic barriers are obstacles to communication. So communicationന്റെ ഒരു obstacle ആണ് അല്ലെങ്കിൽ ഒരു barrier ആണ് semantic barriers എന്ന് പറയുന്നത്. So semantic means language. So that arises from the defective use of language. So language യൂസ് ചെയ്യുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു semantic barriers ക്രിയേറ്റ് ചെയ്യുന്നത്. Which is the most critical tool for human exchange, അല്ലേ. So human ലാംഗ്വേജിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. സോ ലാംഗ്വേജിലൂടെ സംസാരിക്കുമ്പോൾ അവിടെ ലാംഗ്വേജ് തന്നെ എന്ത് ചെയ്യണം, ഒരു ബാരിയർ ആയിട്ട് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യില്ല, എഫക്റ്റീവ് ആവില്ല. സോ ദീസ് ബാരിയേഴ്സ് ഓഫൺ ഇൻക്ലൂഡ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓർ പുവർ മെസ്സേജ് ക്വാളിറ്റി. സോ ഈ ഒരു ബാരിയേഴ്സ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്ലാരിറ്റി, അല്ലേ. ക്ലാരിറ്റി ഇല്ലാണ്ടിരിക്കുക, മെസ്സേജിന് ക്വാളിറ്റി ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ലാംഗ്വേജ് വേരിയേഷൻ ഓഫ് ഡയലക്ട്സ് ക്യാൻ ഓൾസോ ക്രിയേറ്റ് കൺഫ്യൂഷൻ. ഇനി ഡയലക്ട്സിലുള്ള വേരിയേഷൻസ്, അതുപോലെ തന്നെ എന്താണ്, ഡിഫറെൻറ്റ് വൊക്കാബുലറീസ്, അതായത് ജാർഗൺ വേർഡ്സുകൾ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ആക്സെൻറ്റിലുള്ള വെറൈറ്റീസ്, അതുപോലെ ഗ്രാമർ, ഇതിലൊക്കെ എന്താണ് വെറൈറ്റീസ് വരുമ്പോഴാണ് ആക്ച്വലി സെമാൻറ്റിക് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ a word that exists in one variation of a language may be entirely absent in another. അതായത് ഒരു കൾച്ചറിലോ അല്ലെങ്കിൽ ഒരു ആക്സെൻറ്റിലോ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് അതേ മീനിങ് തന്നെ ആവണം എന്നില്ല എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് കൾച്ചറിൽ, മറ്റൊരു കൾച്ചറിൽ എന്ന് പറയുന്നത്. സോ അനദർ സിഗ്നിഫിക്കൻറ്റ് സിസ്റ്റമാറ്റിക് ബാരിയർ ഇസ് ദ യൂസ് ഓഫ് ജാർഗൺസ്, അല്ലേ. മറ്റൊന്ന് പറയുന്നത് ജാർഗൺസ് യൂസ് ചെയ്യാം, ടെക്നിക്കൽ ടേംസുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. ഓർ സ്പെഷ്യലൈസ്ഡ് ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ഓൺലി ബൈ എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ചില വേർഡ്സുകൾ, ഇപ്പോൾ കോർട്ടിൽ യൂസ് ചെയ്യുന്ന ചില വേർഡ്സുകളിൽ ആ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിൽ അറിയുന്ന ആളുകളുണ്ടായിരിക്കും, പക്ഷെ പുറത്തുള്ളവർക്ക് അതെന്ത് ചെയ്യണമെന്നില്ല, അറിയണമെന്നില്ല. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല വേർഡ്സുകൾ, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന പല വേർഡ്സുകൾ, അത് ആ ഒരു ഫീൽഡിലുള്ളവർക്ക് ഒരു പക്ഷേ മനസ്സിലായേക്കാം, പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, അത് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ ദാറ്റ് ഈസ് ജാർഗൺ വേർഡ്സ്. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഡോക്ടർ യൂസ് ദ ടേം മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. സോ ഹാർട്ട് അറ്റാക്കിന് പകരം മയോകാർഡിയൽ എന്ന് എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യാണ്. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല, അല്ലേ. പക്ഷെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ a lay person may not understand
and additionally different meaning for the same word or wrong translation can lead to communication failure. സോ ഇത് എന്താണ് സാധാരണക്കാരായിട്ടുള്ള ഒരാളിന് എന്ത് ചെയ്യണമെന്നില്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ ഇനി ഈ ഒരു വേർഡ്, ഈ ഒരു സെയിം വേർഡ് തന്നെ അല്ലെങ്കിൽ റോങ് ട്രാൻസ്ലേഷൻ എന്തിനോട്ട് ലീഡ് ചെയ്യിക്കുന്നുണ്ട്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ആവാനുള്ള റീസൺ ഉണ്ട് എന്നുള്ളത്. ടു ഓവർകം ദിസ്, ഈ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി അല്ലേ. ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം, ക്ലാരിറ്റി അവരെന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് എൻഷുർ മെസ്സേജ് ആർ സിമ്പിൾ ആൻഡ് പൊളൈറ്റ്. സോ നമ്മൾ പറയുന്ന ഓരോ കാര്യവും സിമ്പിൾ ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം. ആൻഡ് ഡെവലപ്പിംഗ് എ ഫിൽട്ടർ ഈസ് ഓൾസോ നെസസറി. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിൽട്ടർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് to keep away prejudice that might affect how a message is received or sent അല്ലേ. സോ prejudiced ആയിട്ടുള്ള മൈൻഡിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. സോ prejudiced ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സെൻഡർ ഒരു കാര്യം പറഞ്ഞാൽ അത് ആ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് വി ആർ ഇൻ എ prejudiced mind. By using clear simple language and being aware of the receiver's background such as their education or culture, a sender can minimize perceptual and linguistic obstacles അല്ലേ. ബൈ യൂസിങ് ക്ലിയർ സിമ്പിൾ ലാംഗ്വേജ്, ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട്, ആൻഡ് ബീയിങ് അവെയർ ഓഫ് ദ റിസീവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, അതോടൊപ്പം നമ്മൾ റിസീവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കമ്മ്യൂണിക്കേഷന് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. സച്ച് ആസ് ദെയർ എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ, അവർ യൂസ് ചെയ്യുന്ന കൾച്ചർ, അതിലൂടെ സെൻറ്ററിന് എന്ത് ചെയ്യാം, ലിംഗ്വിസ്റ്റിക് ഒബ്സ്റ്റക്കിൾസ് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ പറയാൻ പോകുന്ന ഓഡിയൻസ് ഏത് രീതിയിലാണ്, അയാളുടെ ലാംഗ്വേജ് എത്രത്തോളം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ലാംഗ്വേജ് എങ്ങനെയാണ് അയാൾക്ക് യൂസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടെ ബെറ്റർ ആവും. നമ്മൾ ആ ഒരു ഓഡിയൻസിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ഡീറ്റെയിൽ ദ എസെൻഷ്യൽ ഗൈഡ്ലൈൻസ് ഫോർ മെയിൻറ്റെയിനിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോക്കസിങ് ഓൺ ദ റോൾ ഓഫ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് നോൺ വെർബൽ ക്യൂസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ഗൈഡ്ലൈൻസ് നമുക്ക് യൂസ് ചെയ്യാം, ആൻഡ് the role of active listening and non-verbal cues. Non-verbal cuesൻ്റെയും ആക്റ്റീവ് ലിസണിങ്ങിൻ്റെയും റോൾ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മെയിൻറ്റെയിനിങ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് ഫോളോവിങ് സ്പെസിഫിക് ഗൈഡ്ലൈൻസ് ദാറ്റ് എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. സോ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗൈഡ്ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻഡറും റിസീവറും തമ്മിൽ ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവണം എങ്കിൽ കുറച്ച് ഗൈഡ്ലൈൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്. ലിസണിങ് ഈസ് arguably the most important part of this process. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസണിങ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ദെൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ഷുഡ് ബി ആക്റ്റീവ് ഓർ റിഫ്ലക്റ്റീവ് ലിസണേഴ്സ് അല്ലേ. സോ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്തായിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, reflective listeners ആയിരിക്കണം, and which involves engaging with the speakers by providing affirmative replies and asking follow-up questions to show they are paying attention അല്ലേ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സാഹചര്യത്തിൽ റിസീവേഴ്സ് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നോഡ് ചെയ്യുക. അതിന് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലായി എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ
നമ്മുടെ റിസീവേഴ്സ് നമ്മൾ പറയുന്ന കാര്യത്തിൽ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ദിസ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് എൻകറേജസ് ദ സ്പീക്കർ ആൻഡ് എൻഷുവേഴ്സ് ദ മെസ്സേജ് ഇസ് കറക്റ്റ്ലി റിസീവ്ഡ്. സോ ഇങ്ങനെ ഒരു ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നു? റിസീവേഴ്സ് വളരെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നത് അതിലൂടെയാണ് അല്ലേ. ദെൻ ബിയോണ്ട് വേർഡ്സ് വി മസ്റ്റ് റിലേ ഓൺ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇനി ഇതെല്ലാം നമുക്ക് വെർബലി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, നമുക്ക് നോൺ വെർബലിയും എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ഹെഡ് നോഡ് ചെയ്യുക, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ആസ് ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, ബോഡി ലാംഗ്വേജിലൂടെ, അതോടൊപ്പം തന്നെ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മീനിങ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് സച്ച് ആസ് മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്, ഹാവിങ് ഗുഡ് പോസ്ചർ ആൻഡ് ലിമിറ്റിംഗ് എക്സസീവ് ഹാൻഡ് ജസ്റ്റേഴ്സ് ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ ലിസണേഴ്സ് അല്ലേ. സോ ഒരു പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, ദെൻ ഗുഡ് ബോഡി പോസ്ചേഴ്സ് നൽകുക, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് എക്സസീവ് ആയിട്ടുള്ള ഹാൻഡ് ജസ്റ്റേഴ്സ് ലിമിറ്റ് ചെയ്യാം, ഇതിലൂടെയൊക്കെ ലിസണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്റ്റീവായിട്ടുള്ള ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ മാനേജിങ് ഇമോഷൻസ് ഇൻസ് അനദർ വൈറ്റൽ ഗൈഡ് ലൈൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സ്ട്രോങ് ഇമോഷൻ ലൈക്ക് ആങ്കർ ഓർ സോറോ ക്യാൻ ഹിൻഡർ വൺസ് എബിലിറ്റി ടു എക്സ്പ്രസ് തോട്ട്സ് ക്ലിയർലി. ഇപ്പം നമ്മൾ വളരെയധികം ഇമോഷണൽ ആണെങ്കിൽ, വെദർ ഇറ്റ് ഈസ് ആങ്കർ ഓർ സോറോ, ദാറ്റ് ക്യാൻ ബി ഹിൻഡർ our ability to express the thoughts clearly. സോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, തോട്ട്സുകൾ ക്ലിയർ ആയിട്ട് പറയണമെന്നില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മിസ്റ്റേക്സുകൾ വരാനും എന്തുണ്ട്, ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഫർദർ മോർ റെഗുലർലി പ്രാക്ടീസിങ് പബ്ലിക് സ്പീക്കിംഗ് ഈസ് റെക്കമെൻഡഡ് ആസ് എ മെത്തേഡ് ടു ഇൻക്രീസ് കോൺഫിഡൻസ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. സോ ഫർദർ മോർ അല്ലേ, ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാം, റെഗുലർലി നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം. ദെൻ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ആൻഡ് റിസീവ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെൻറ്റ് അല്ലേ, നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ ഇംപ്രൂവ്ഡ് ആവണം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്കുകൾ ചോദിക്കാം എന്നുള്ളത്. ഫൈനലി ഡിമാൻഡിങ് ഓണസ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം അതർ അലോസ് ആൻ ഇൻഡിവിജ്വൽ ടു ഷേപ്പ് ദെയർ സ്കിൽസ് ആൻഡ് എൻഷുർ ദെയർ മെസ്സേജ് ആർ പെർസീവ്ഡ് ആസ് ഇൻറ്റൻഡഡ്. സോ ഫൈനലി ഡിമാൻഡിങ് ഓണസ്റ്റ് ഫീഡ്ബാക്ക് അല്ലേ, നമുക്ക് ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെസ്സേജിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എന്തിലും നമുക്ക് എന്ത് ചെയ്യാം, സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് മറ്റൊരാൾ നമ്മുടെ എന്ത് ചെയ്യാണ്, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ആൻഡ് the key to effective communication lies in being clear, simple, polite and attentive to both verbal and non-verbal feedback അല്ലേ. സോ ഇൻ ഷോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം, ദാറ്റ് വാസ് ബീങ് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം, ആൻഡ് അറ്റൻറ്റീവ് ടു ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ഫീഡ്ബാക്ക് അല്ലേ. വെർബലും നോൺ വെർബൽ ഫീഡ്ബാക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അനലൈസ് ദ വേരിയസ് പർപ്പസ് ഓഫ് റീഡിംഗ് ആൻഡ് ഹൗ ദ റീഡേഴ്സ് അപ്രോച്ച് ഷിഫ്റ്റ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ്. സോ വേരിയസ് പർപ്പസ് ഓഫ് റീഡിംഗ് ആൻഡ് ഹൗ, എങ്ങനെയാണ് റീഡേഴ്സ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ഷിഫ്റ്റിനെ എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ റീഡിംഗ് ഈസ് ഫണ്ടമെൻ്റലി എ പ്രോസസ് ഓഫ് ഡീകോഡിംഗ് വേർ a reader intellectually processes a text to understand its core message അല്ലേ. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡീകോഡിംഗ് പ്രോസസ്സാണ്. കാരണം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ ആൻഡ് ആ ഒരു ടെക്സ്റ്റിലുള്ള
മെസ്സേജ് എന്താണെന്നും അതിലേത് പേഴ്സ്പെക്റ്റീവിലാണ് പറഞ്ഞത്, ഏത് ഇമോഷനിലാണ് പറഞ്ഞത് എന്നെന്ത് ചെയ്യാണ് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുന്നതാണ് ആക്ച്വലി റീഡിംഗ് എന്ന് പറയുന്നത്. സോ ദ അപ്രോച്ച് ടു റീഡിംഗ് ഈസ് നോട്ട് യൂണിഫോം. It shifts significantly depending on the purpose and objective of the activity. സോ നമ്മളൊരു കാര്യം റീഡ് ചെയ്യുന്നത് നമ്മുടെ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. For instance, when reading newspaper, readers typically seek daily informations. So നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഡെയിലി ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടാണ്. often rush through stories selectively. In contrast, academic ബുക്സുകൾ നമ്മൾ വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. I read for the specific purpose of gaining knowledge, അല്ലേ, നോളജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് റിക്വയറിങ് മച്ച് മോർ ഫോക്കസ്ഡ് അറ്റൻഷൻ. സോ ഇതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ കുറച്ചും കൂടെ അറ്റൻഷൻ എന്താണ് അവിടെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടെക്സ്റ്റ് ടൈപ്പ് ഓഫൺ dictate the reader's mentality and fiction is primarily read for pleasure and literary experience. സോ ഇനി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ആണ് വായിക്കുന്നത് എന്നുള്ളത് റീഡറിൻ്റെ ടേസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലേ. ആൻഡ് ഫിക്ഷൻ ആണെങ്കിൽ പ്രൈമർലി നമ്മൾ റീഡ് ചെയ്യുന്നത് എന്താണ്, ഒരു ലിറ്റററി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും പ്ലഷറിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്. ആൻഡ് വൈൽ ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ടു ഗെയിൻ സ്പെസിഫിക് നോളജ്, അല്ലേ. സോ എന്നാൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കുന്നത് നോളജിന് വേണ്ടിയിട്ടാണ്. റെഫറൻസ് ബുക്ക്, എൻസൈക്ലോപീഡിയ പോലെയുള്ള റെഫറൻസ് ബുക്സുകൾ നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ദാൻ ദ immersive experience of a novel. So interestingly, some genre like biographies can serve both information and literary purpose. ഇനി ചില ജോണേഴ്സ്, അതായത് ബയോഗ്രഫി പോലെയുള്ള ജോണേഴ്സ് നമുക്ക് അറ്റ് എ ടൈം നമ്മളെ ഇൻഫോം ചെയ്യിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഇമോഷണലി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ലിറ്റററി എക്സ്പീരിയൻസും ഒരു എന്താണ് ഇൻഫോർമേഷണൽ എക്സ്പീരിയൻസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി the key to success reading is matching the method to the text. And while one might skip portions of a casual magazine, prescribed text for study requires close reading to ensure every detail and big idea is fully understood. So next എന്താ പറഞ്ഞിട്ടുള്ളത്, അൾട്ടിമേറ്റ്ലി കീ ടു സക്സസ്ഫുൾ റീഡിങ്. സോ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റീഡിങ്ങിനെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് വായിക്കുന്നു എന്നുള്ളതിനെയാണ്. വൈൽ വൺ മൈറ്റ് സ്കിപ്പ് പോർഷൻ ഓഫ് എ കാഷ്വൽ മാഗസിൻ. ഇപ്പം നമ്മൾ എന്താണ്, ഒരു മാഗസിന് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, അതിലൊരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തു എന്ന് വിചാരിക്കാം. പ്രിസ്ക്രൈബഡ് ടെക്സ്റ്റ് ഫോർ സ്റ്റഡി റിക്വയർസ് ക്ലോസ് റീഡിങ്, അല്ലേ. ഇപ്പോൾ ഒരു മാഗസിൻ വായിക്കുകയാണെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യാം, ചില സമയം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് പാസീവായിട്ട് വായിച്ചു പോവാം. പക്ഷേ നമ്മളൊരു അക്കാദമിക് ടെക്സ്റ്റാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് റീഡിംഗ് ആണ് എന്ത് ചെയ്യേണ്ടത്, നടത്തേണ്ടത്, അല്ലേ. വൈൽ വൺ മൈറ്റ് സ്കിപ്പ് പോർഷൻസ് ഓഫ് എ കാഷ്വൽ മാഗസിൻ, അല്ലേ. നമ്മളൊരു കാഷ്വൽ മാഗസിനിൽ നമുക്ക് പല ഭാഗങ്ങളും എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. സോ പക്ഷേ ഒരു അക്കാദമിക് ടെക്സ്റ്റിൽ നമുക്കങ്ങനെ സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. Then moving on to the next question, that is, explain the concept of close reading and its significance in the creation of a close analytical essay എന്നുള്ളതാണ്. So close reading, often referred to as the explication of text, is a method of understanding piece of writing by concentrating on its intricate details and ഓവർ ഏക്കിംഗ് ഐഡിയാസ്, അല്ലെ. ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ നമ്മൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡീപ്പായിട്ടുള്ള ഒരു റീഡിങ് നടത്തുക അല്ലെങ്കിൽ ഒരു അനലൈസിസ് നടത്തുക എന്നുള്ളതാണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഗോസ് ബിയോണ്ട് വാട്ട് എ ടെക്സ്റ്റ് മീൻസ് ടു analyze how it's create that meaning through the other skill and specific techniques. So ഈ ഒരു ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല,
അതിനപ്പുറത്തേക്കുള്ള ഒരു റീഡിംഗ് ആണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്രിയേറ്റ് ദ മീനിങ് ത്രൂ ദ ഓതർ സ്കിൽ ആൻഡ് സ്പെസിഫിക് ടെക്നിക്സ് അല്ലേ. എങ്ങനെയാണ് ഒരു ഓതർ തൻ്റെ സ്കിൽസിലൂടെയും തൻ്റെ ടെക്നിക്സിലൂടെയും എന്ത് ചെയ്യുന്നത്, ആ ഒരു ടെക്സ്റ്റിൽ മീനിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. ആൻഡ് ദ കോർ ഓഫ് ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് പേയിങ് കീൻ അറ്റൻഷൻ ടു ദ വേർഡ്സ് ഓൺ ദ പേജ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള വേർഡ്സിലെ പേജുകളിലുള്ള വേർഡ്സുകൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലൊരു കീ ഒബ്സർവേഷൻ നമുക്ക് കൊടുക്കുക. തിങ്കിങ് ക്രിട്ടിക്കലി അബൌട്ട് ദം, അതിനെക്കുറിച്ച് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുക. ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു അൺകവർ ഡീപ്പർ ലെയേഴ്സ് ഓഫ് സിഗ്നിഫിക്കേഷൻ. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, asking questions to uncover deeper layers of significance. We can ask questions. നമുക്കൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് compare and contrast the fast reading techniques of skimming and scanning, providing specific example of when each should be used. സോ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫാസ്റ്റ് റീഡിങ് അല്ലേ. ഫാസ്റ്റ് റീഡിങ്ങിനെ കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. സ്കിമ്മിങ്ങും സ്കാനിങ്ങും. ഇപ്പോൾ നമുക്കറിയാം സ്കിമ്മിങ്ങും സ്കാനിങ് എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് റീഡിങ് മെത്തേഡാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്നത്. പക്ഷെ രണ്ടും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കിമ്മിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ കോംപ്രഹെൻഷൻ ഓർ അപ്രിസിയേഷന് വേണ്ടിയിട്ടാണ് സ്കിമ്മിങ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു നമ്മൾ കയ്യിലൊരു ടെക്സ്റ്റ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കിട്ടുകയാണെങ്കിൽ, ഒരു എസ്സേ കിട്ടുകയാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് എന്ത് ചെയ്യാം, വായിച്ചു പോവാൻ. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിലൊരു മെയിൻ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഇൻവോൾവ്സ് റീഡിങ് ത്രൂ എ ടെക്സ്റ്റ് ക്വിക്ലി ആൻഡ് skipping portions of determine if the material is valuable or to understand its overall structure. അതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ എഫക്റ്റീവ് സ്കിമ്മിങ് ഇൻവോൾവ്സ് റീഡിങ് ദ ടൈറ്റിൽ പേജ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ടൈറ്റിൽ പേജ് വായിക്കാം, പ്രിഫൈസ് വായിക്കാം, ആൻഡ് ടേബിൾസ് ഓഫ് കണ്ടൻറ് ടേബിൾസ് നോക്കാം. ആൻഡ് ഫോക്കസിങ് ഓൺ ദ ചീപ്പർ സമ്മറീസ് ടു ഗ്രാസ്പ് ദ മെയിൻ പോയിന്റ് വിതൗട്ട് റീഡിങ് ദ എൻ്റയർ ബുക്ക്. ആ ഒരു എൻ്റയർ ബുക്ക് വായിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻ്റയർ ബുക്ക് നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എന്ത് ചെയ്യാം, ചാപ്റ്റർ വൈസ് സമ്മറീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ഐഡിയ, ദാറ്റ് ഈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇനി സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഓൺ ദ അതർ ഹാൻഡ് ഇസ് ദ പ്രോസസ് ഓഫ് മൂവിങ് ദ ഐസ് ക്വിക്ലി അക്രോസ് ലൈൻസ് ടു ലൊക്കേറ്റ് സ്പെസിഫിക് ഇൻഫോർമേഷൻ റാദർ ദാൻ എ ജനറൽ ഓവർവ്യൂ. സോ ഇവിടെ സ്കാനിങ് എന്ന് പറയുന്നത് ഒരു ജനറൽ ഓവർവ്യൂക്ക് വേണ്ടി വായിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വേർഡ് ആവാം, സ്പെസിഫിക് ഡേറ്റ് ആവാം, ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വായിക്കുന്നതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും, നമ്മുടെ ഐസും മൈൻഡും ഒരുപോലെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തിലായിരിക്കും, ആ ഒരു വേർഡിലോ ഡേറ്റിലോ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. A reader using scanning acts like a search engine. സോ ഒരു റീഡർ സ്കാനിങ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗൈഡഡ് ബൈ സ്പെസിഫിക് കീവേഡ്സ് ഓർ ഫ്രേസസ് അല്ലേ. ആൻഡ് നമ്മളതെന്തായിരിക്കും, ചില സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സോ ഫ്രേസസോ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് സ്കാനിങ് ഇൻക്ലൂഡ് ലുക്കിംഗ് അപ്പ് എ വേർഡ് ഇൻ എ ഡിക്ഷണറി ഓർ ഫൈൻഡിങ് എ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ. സോ സ്കാനിങ്ങിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലുക്കിംഗ് അപ്പ് എ വേർഡ് ഇൻ എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ് സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അത് സ്കാനിങ്ങിന് എന്താണ്, എക്സാമ്പിളാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെന്ന് വിചാരിക്കുക ഒരു മാനുവലിൽ. സോ വൈൽ സ്കിമ്മിങ് ഹെൽപ്സ് എ റീഡർ ഡിസൈഡഡ് ഇഫ് എ ബുക്ക് കണ്ടെയ്ൻസ് റെലവൻറ്റ് തീം അല്ലേ. സോ സ്കിമ്മിങ്ങിലൂടെ നമുക്കൊരു ബുക്ക് റെലവൻറ്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. സ്കാനിങ് ആണെങ്കിൽ നമുക്കൊരു എക്സാക്ട് ഡീറ്റെയിൽഡ് ആവശ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കാനിങ് നടത്തുന്നത് എന്നുള്ളതാണ്. രണ്ട് ടെക്നിക്സുകളും നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, യൂസ് ചെയ്യുന്നതാണ്. ബട്ട് സ്കിമ്മിങ് builds a broad mental map of the text. So
while scanning targets precise data points within that map അല്ലേ. അപ്പോൾ സ്കിമ്മിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ മാപ്പ് ഓഫ് ദാറ്റ് ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പക്ഷേ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാപ്പിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാസുകൾ എടുക്കുന്നതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ഡിസ്ക്രൈബ് ദ 3-step പ്രോസസ് ഓഫ് thorough reading or close reading and why it is essential for critical analysis. എന്തുകൊണ്ടാണ് ഇത് ക്രിട്ടിക്കൽ അനലൈസിസിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. So thorough or close reading is the opposite of skimming. So skimmingൻ്റെ ഓപ്പോസിറ്റ് ആണ് thorough അല്ലെങ്കിൽ close reading എന്ന് പറയുന്നത്. സോ ഇതിന് എന്തൊക്കെ ആവശ്യമാണ്? ഇൻറ്റൻസ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ ടു എക്സാമിൻ എവറി വേർഡ് അല്ലേ. ഓരോ വേർഡും നമ്മൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്യണം. Then sentence and punctuation mark for a deep understanding. നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റൻസ് പങ്ക്ച്വേഷൻ മാർക്ക് നമുക്ക് ആവശ്യമാണ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ. കാരണം പങ്ക്ച്വേഷൻ മാർക്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്ന മീനിങ് ആയിരിക്കില്ല വരിക. സോ ദിസ് മെത്തേഡ് ഈസ് എസെൻഷ്യൽ ഫോർ ക്രിട്ടിക്കൽ അനലൈസിസ് ബിക്കോസ് ഇറ്റ് റിവീൽസ് ഹൗ ആൻ ഓതർ യൂസസ് സ്പെസിഫിക് ലിറ്റററി ഡിവൈസ് ആൻഡ് വേർഡ് ചോയ്സ് ടു എംഫസൈസ് കോൺസെപ്റ്റ്. So the process is generally divided into 3 distinct steps. So 4 distinct സ്റ്റെപ്പുകളായിട്ട് ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? thorough reading ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ആദ്യം വരുന്നത്. സോ ദാറ്റ് ഈസ് ദ റീഡർ ഐഡൻറ്റിഫൈസ് ദ മെയിൻ ഐഡിയാസ്. റീഡർ എന്ത് ചെയ്യാണ്? മെയിൻ ഐഡിയാസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, സെൻട്രൽ തീംസുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ക്യാരക്ടേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ആൻഡ് ദേ ആസ്ക് ബേസിക് ക്വസ്റ്റ്യൻസ് എബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അല്ലേ. സോ അവർ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ പാസേജ് ആൻഡ് ഹൗ ഇറ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ഓവറോൾ നറേറ്റീവ് അല്ലേ. സോ എന്താണ് ആ ഒരു പാസേജിൽ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് അനലൈസിങ് പാറ്റേൺ ആണ് വരുന്നത്. സോ അനലൈസിങ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ദ റീഡർ ലുക്സ് ഫോർ മെത്തേഡ്സ് ആൻഡ് പാറ്റേൺസ് സച്ച് ആസ് ഹൗ ദ ടെക്സ്റ്റ് ഈസ് ഓർഗനൈസ്ഡ്. ചില സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്സുകളും പാറ്റേൺസുകളും എന്ത് ചെയ്യുന്നു? റീഡർ നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ എന്തൊക്കെയാണ്, ആൻഡ് ദ യൂസ് ഓഫ് ലിറ്റററി ടാക്ടിക്സ് ലൈക്ക് മെറ്റഫേഴ്സ്, ഹൈപ്പർബലെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. ദെൻ റീഡിഫൈൻഡ് റീറീഡിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് ദ റീഡർ ഗോസ് ത്രൂ ദ ചാപ്റ്റർ അഗെയിൻ വിത്ത് എ സ്പെസിഫിക് ഫോക്കസ് ഓൺ ഓർഗനൈസേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. റീഡർ വീണ്ടും എന്ത് ചെയ്യുക? ആ ചാപ്റ്ററിലൂടെ ഒന്നുകൂടെ കടന്നു പോവുക എന്നുള്ളത്. അതായത് ദാറ്റ് മീൻസ് ഒന്നും കൂടെ എന്ത് ചെയ്യാം? വായിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് with a specific focus on organization and repetition, contemplating how these elements alter or deepen the meaning of the work. So by following these steps, അപ്പോൾ ഈ ഒരു സ്റ്റെപ്സുകൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു റീഡർക്ക് എന്ത് ചെയ്യാം? ബേസിക് ആയിട്ടുള്ള അവയർനെസ്സിൽ നിന്നും, ഒരു സബ്ജക്റ്റിൻ്റെ ബേസിക് അവയർനെസ്സിൽ നിന്നും കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം എന്നുള്ളതാണ്. സോ ദിസ് ഡീപ്പ് എൻഗേജ്മെൻറ്റ് എൻഷുവേഴ്സ് ദ റീഡർ ഫുള്ളി കോംപ്രഹെൻഡ് ദ മെറ്റീരിയൽ ബിഫോർ അറ്റംപ്റ്റിംഗ് ടു അനലൈസ് ഇറ്റ് ക്രിട്ടിക്കലി. സോ ഈ ഒരു ഡീപ്പ് എൻഗേജ്മെൻറ്റ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് എംഫസൈസ് ചെയ്യുന്നു? ദ റീഡർ ഫുള്ളി കോംപ്രഹെൻഡ്സ് ദ മെറ്റീരിയൽ ബിഫോർ അറ്റംപ്റ്റിംഗ് ടു അനലൈസ് ഇറ്റ് അല്ലേ. സോ കംപ്ലീറ്റ്ലി ഒരു മെറ്റീരിയൽ നമ്മൾ കയ്യിൽ കിട്ടിയാൽ റീഡർ കംപ്ലീറ്റ്ലി ആ ഒരു മെറ്റീരിയൽ കോംപ്രഹെൻഡ് ചെയ്യണം, മനസ്സിലാക്കണം. അത് മറ്റൊരാൾക്ക് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. Then moving on to the next question, that is discuss the essential skills required for reading comprehension and how they facilitate the reader's interaction with the text. സോ എന്തൊക്കെ എസെൻഷ്യൽ സ്കിൽസ് ആണ് റീഡിങ് കോംപ്രഹെൻഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫേസറ്റഡ് പ്രോസസ്സാണ്. ദാറ്റ് റിക്വയർസ് ദ റീഡേഴ്സ് ടു ആക്റ്റീവ്ലി ഇൻ്ററാക്ട് വിത്ത് ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റുമായിട്ട് ഒരു റീഡർ ആക്റ്റീവ്ലി ഇൻ്ററാക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. So it involves more than just recognizing words. It is a blend of several intellectual skills. Firstly, the reader must be able to recognize words and analyze their specific meaning. ആദ്യം റീഡർ എന്ത് ചെയ്യണം? ഈ ഒരു സ്പെസിഫിക് വേർഡ്സുകൾ റെക്കഗ്നൈസ് ചെയ്യണം, അതിൻ്റെ മീനിങ്ങും എന്ത് ചെയ്യണം?
അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളത്. സെക്കൻഡ് എന്ന് പറയുന്നത് ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ അനലൈസ് ചെയ്യണം ആൻഡ് പങ്ക്ച്വേഷൻസ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വിച്ച് അലോസ് ദം ടു കണക്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പാസേജ്, ഒരു പാസേജിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകൾ മനസ്സിലാക്കുക ആൻഡ് ഫോളോ ദ ഓതേഴ്സ് ലോജിക്. സോ മെമ്മറി ഈസ് ഓൾസോ ക്രൂഷ്യൽ ആസ് ദ റീഡർ മസ്റ്റ് റിമെമ്പർ ഇൻഫോർമേഷൻ ആൻഡ് ലുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ടു ഫൈൻഡ് ഇമ്പോർട്ടൻറ്റ് ഫ്രേസ് ദാറ്റ് ലിങ്ക് ഐഡിയാസ് ടുഗെദർ. സോ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, മെമ്മറി ഈസ് ഓൾസോ ക്രൂഷ്യൽ. മറ്റൊന്ന് പറയുന്നത് മെമ്മറി ഉണ്ടായിരിക്കണം, അതായത് നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. സോ ആൻഡ് ആസ് ദ reader must remember information and look back and forth to find important phrase. റീഡർ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ റീഡറിന് എന്ത് ചെയ്യണം, റിമെമ്പർ ചെയ്യാൻ സാധിക്കണം. ദാറ്റ് ലിങ്ക് ഐഡിയാസ് ടുഗെദർ. സോ അത് നമ്മൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. So these skills enables the reader to form their own interpretation. അപ്പോൾ ഈ ഒരു സ്കിൽസിലൂടെ റീഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് എ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസ് ടു ദ കോണ്ടൻറ്റ് അല്ലേ. സോ അത് എന്താണ്, ആ ഒരു കോണ്ടൻറ്റിനോട് പേഴ്സണൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടായിരിക്കണം. ബിക്കോസ് റീഡിങ് ഈസ് സബ്ജക്റ്റീവ്. റീഡിങ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവ്രി വൺ ഹാസ് ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ ദ സെയിം സ്റ്റോറി. ഒരു കാര്യം തന്നെ എല്ലാവരും ഒരുപോലെ അനലൈസ് ചെയ്യണം എന്നില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാം. ബിക്കോസ് റീഡിങ് ഈസ് സബ്ജക്റ്റീവ്. റീഡിങ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. ആൻഡ് ഓഫൻ ക്രിയേറ്റിംഗ് വിവിഡ് മെൻ്റൽ പിക്ചേഴ്സ് ദാറ്റ് മൈറ്റ് നോട്ട് മാച്ച് മൂവി അഡാപ്റ്റേഷൻ. സോ ദാറ്റ് ക്രിയേറ്റിംഗ് വിവിഡ് മെൻ്റൽ പിക്ചേഴ്സ് അല്ലേ, അതെന്ത് ചെയ്തേക്കാം, നമ്മളൊരു സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. സോ അതിലൊരാൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Furthermore, comprehension is tied to motivation. When a reader can fully comprehend a subject, they are inspired to read more. സോ ഇപ്പോൾ ഒരു റീഡർ ഒരു എന്താണ്, ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ആക്ച്വലി ദിസ് വാസ് ആൻ ഇൻസ്പിറേഷൻ ഫോർ ദാറ്റ് പേഴ്സൺ ടു റീഡ് മോർ അല്ലേ. ഇതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. സോ കൺവേഴ്സ്ലി പുവർ കോംപ്രഹെൻഷൻ മേക്സ് റീഡിംഗ് ലെസ് എൻജോയബിൾ ആൻഡ് ക്യാൻ ലീഡ് ടു എ ഡിക്ലൈൻ ഇൻ സ്കിൽ. സോ അൾട്ടിമേറ്റ്ലി സ്ട്രോങ് കോംപ്രഹെൻഷൻ സ്കിൽ allows language to inspire, entertain and transport readers to new perspective. So ultimately നല്ലൊരു കോംപ്രഹെൻഷൻ മൈൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കില്ലുണ്ട് എങ്കിൽ ലാംഗ്വേജിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ ഇൻസ്പയർ ചെയ്യാനും എൻ്റർടൈൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ റീഡേഴ്സിനെ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിലോട്ട് കൊണ്ടുവരാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. So next question, explain the text-based method of interpretation and how it leads to the development of a situation model എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So interpreting a text is often categorized into 3 levels. 3 ലെവൽസിൽ നമുക്കൊരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ കളക്റ്റീവ്ലി നോൺ ആസ് ദ ടെക്സ്റ്റ് ബേസ് മെത്തേഡ്. സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബേസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവൽ ഇസ് ലിംഗ്വിസ്റ്റിക്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആണ്. അവിടെ റീഡർ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ വേർഡ്സുകളാണ് അല്ലേ, റെക്കഗ്നൈസിങ് ആൻഡ് അനലൈസിങ് ഇൻഡിവിജ്വൽ വേർഡ്സ്. സെക്കൻഡ് ലെവൽ ഇൻവോൾവ്സ് മൈക്രോ സ്ട്രക്ചർ where the reader understand the content of large section of the text. ഇപ്പോൾ സെക്കൻഡ് ലെവല് എന്താണ്, സെക്കൻഡ് ലെവല് മൈക്രോ സ്ട്രക്ചർ ആണ്. അവിടെ ഒരു റീഡർ മനസ്സിലാക്കുന്നത് അതിൻ്റെ കോണ്ടന്റ് ആണ്. ആൻഡ് ദ തേർഡ് ലെവൽ ഇസ് മാക്രോ സ്ട്രക്ചർ where the reader analyze broader themes, topics and the genre of that work. ആ ഒരു വർക്കിൻ്റെ ജോണറും അതിൽ പറയുന്ന ടോപ്പിക്സ്, തീംസ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, റീഡർ മനസ്സിലാക്കുന്നത് തേർഡ് ലെവൽ. Then once a reader has mastered the text based level, they develop a situation model. So ഒരു തവണ ഒരു റീഡർ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ബേസ് ലെവലിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നീട് അവർ സിറ്റുവേഷൻ മോഡലിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. So in this stage the reader goes beyond the
ലിറ്ററൽ ടെക്സ്ച്വൽ. സോ ഈ ഒരു മോഡലിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ റീഡേഴ്സ് എന്ത് ചെയ്യാണ്, ലിറ്ററൽ ടെക്സ്റ്റിന് അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അവരുടേതായിട്ടുള്ള പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങും ജനറൽ നോളജും ടെക്സ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ ദിസ് ഇൻറ്ററാക്ഷൻ ഇസ് വാട്ട് അലോസ് ഫോർ എ പേഴ്സണൽ ഓർ ഇമോഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. സോ ഈ ഒരു ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യുന്ന ഒരു പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ഇൻ്റർപ്രിട്ടേഷന് ആ ഒരു കണ്ടന്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ടെക്സ്ച്വൽ ഇൻഫർമേഷൻ പ്രൊവൈഡ്സ് ദ ഇനീഷ്യൽ meaning. The situation model presents the reader's thinking beyond the page. So textual meaning എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യൽ മീനിങ്ങിൽ നമ്മൾ എന്താണ് നോക്കുന്നത്, ആ ഒരു ടെക്സ്റ്റിൻ്റെ സർഫസ് ലെവലിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ്. പക്ഷേ സിറ്റുവേഷൻ മോഡൽ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ഇന്നർ മീനിങ്ങിലോട്ടും കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. റീഡേഴ്സ് തിങ്കിങ് ബിയോണ്ട് ദ പേജ്. ആൻഡ് ദിസ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കോംപ്രഹെൻഷൻ ഇസ് വാട്ട് മേക്സ് റീഡിങ് എ ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ്. സോ ഈ ഒരു അഡ്വാൻസ്ഡ് ലെവൽ കോംപ്രഹെൻഷൻ എന്ത് ചെയ്യുന്നു, ഒരു റീഡിങ്ങിനെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റുകയും as it allow new ideas and viewpoints to both text and broaden the reader's existing understanding of the world. സോ ഒരു ടെക്സ്റ്റിനപ്പുറത്തേക്ക് നമ്മുടെ റീഡിങ് എന്ത് ചെയ്യുകയാണ്, ബ്രോഡൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നൗൺ ആൻഡ് വെർബ്സ് ആസ് ഫണ്ടമെന്റൽ പാർട്സ് ഓഫ് സ്പീച്ച്, ഇല്ലുസ്ട്രേറ്റിംഗ് ദെയർ വേരിയസ് ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ്. സോ നൗൺസ് ആൻഡ് വെർബ്സ് ആസ് ദ പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ ഇംഗ്ലീഷ് സെൻറ്റൻസ് അല്ലേ. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഒരു പ്രൈമറി ഫൗണ്ടേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നൗൺസ് ആൻഡ് വെർബ്സ് എന്ന് പറയുന്നത്. നൗൺസ് എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സൻ്റെയോ ഒരു പ്ലേസിനെയോ ഒരു തിങ്ങിനെയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നൗൺ എന്ന് പറയുന്നത് അല്ലേ. സോ അതെന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് നൗൺസ് എന്നും അതുപോലെ തന്നെ എന്താണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്തിന് എക്സാമ്പിളാണ്, കോൺക്രീറ്റ് നൗൺസിന് എക്സാമ്പിളാണ്. അബ്സ്ട്രാക്ട് നൗൺസ് ആണ് നെക്സ്റ്റ് വരുന്നത്, വിച്ച് റെഫേഴ്സ് ടു ഇൻടാൻജിബിൾ ഐഡിയാസ് അല്ലേ. സോ അതെന്താണ് കാണിക്കുന്നത്, ക്വാളിറ്റീസ് അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ പോവർട്ടി, സാനിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം അബ്സ്ട്രാക്റ്റ് നൗൺസുകളാണ്. സോ വിത്തിൻ കോൺക്രീറ്റ് നൗൺസ് വി ഫൈൻഡ് കാറ്റഗറീസ് സച്ച് ആസ് പ്രോപ്പർ നൗൺസ് ആൻഡ് കളക്റ്റീവ് നൗൺസ് ആൻഡ് മെറ്റീരിയൽ നൗൺസ്. സോ ആൻഡ് ഇനി നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് നൗൺസിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്റ്റീവ് നൗൺസ് ഉണ്ട്, ദാറ്റ് ഈസ് എ ഗ്രൂപ്പ്. ആൻഡ് മെറ്റീരിയൽ നൗൺസ് ഉണ്ട്, അതായത് ഇപ്പോൾ സബ്സ്റ്റൻസുകൾ, ഇപ്പോൾ ലൈക്ക് ഗോൾഡ്, അതുപോലെ തന്നെ എന്താണ് പ്രോപ്പർ നൗൺസുകളുണ്ട്, സ്പെസിഫിക് നെയിംസുകളാണ് പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർബ്സ് ഇൻഡിക്കേറ്റ് ആക്ഷൻസ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലേ. വേർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷനെ കാണിക്കുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. ദേ ആർ ഡിവൈഡഡ് ഇൻ ടു ലെക്സിക്കൽ വേർബ്സ്. ലെക്സിക്കൽ വേർബ്സ് എന്നും പറയുന്നുണ്ട്. സോ ഈ വേർബ്സിനെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തിരിക്കാം. സോ ലെക്സിക്കൽ വേർബ്സ്, ഓക്സിലറി വേർബ്സ്. അതിൽ ലെക്സിക്കൽ വേർബ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉള്ള വേർബ്സുകളാണ്. ഇപ്പോൾ റൈറ്റ്, റൺ തുടങ്ങിയിട്ടുള്ളതെല്ലാം എന്താണ്, ലെക്സിക്കൽ വേർബ്സുകളാണ്. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർഡ്സുകളാണ്. അതായത് എന്താണ്, അതിൽ തന്നെ ഈസ്, ആം, ആറ് തുടങ്ങിയിട്ടുള്ളത്. ദെൻ ഓക്സിലറിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി ഓക്സിലറീസ് ഉണ്ട്, ദാറ്റ് ഈസ് ബി, ഹാവ്, ഡു. ആൻഡ് മോഡൽ ഓക്സിലറീസ് ഉണ്ട്, വിൽ, ക്യാൻ, മസ്റ്റ്, ആൻഡ് വിച്ച് എക്സ്പ്രസ് നെസസിറ്റി, എബിലിറ്റി ഓർ ഒബ്ലിഗേഷൻസ്. സോ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന എന്തെങ്കിലും നെസസിറ്റിയോ എബിലിറ്റിയോ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസോ ആണ്. ഫർദർമോർ verbs are classified as transitive ആൻഡ് ഇൻട്രാൻസിറ്റീവ്. ഇത് തന്നെ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും ഉണ്ട്. ട്രാൻസിറ്റീവ് എന്നാൽ റിക്വയറിങ് ആൻ ഒബ്ജക്റ്റ്, ഓർ ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട് റിക്വയറിങ് ആൻ ഒബ്ജക്റ്റ്. ആൻഡ്
can be infinite, changing based on the subject. So verb എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Then or non-finite. Understanding this classification is essential for constructing grammatical accurate sentence. So next വരുന്നത് explain the different types of sentence based on meaning and structure, highlighting the role of clauses in their classification. ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ദാറ്റ് എക്സ്പ്രസ് എ കംപ്ലീറ്റ് തോട്ട്. അതൊരു കംപ്ലീറ്റ് തോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എവറി സെൻറ്റൻസ് ഹാസ് ടു മെയിൻ പാർട്സ്, രണ്ട് പാർട്സുകളാണ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് അല്ലേ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഓർ ഹൂം ദ സെൻറ്റൻസ് ഈസ് അബൌട്ട്, ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് സെഡ് അബൌട്ട് ദ സബ്ജക്റ്റ് എന്നുള്ളതാണ്. സോ സെൻറ്റൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് into main ways based on meaning and based on structure. So സ്ട്രക്ചറിനനുസരിച്ചും മീനിങ്ങിനനുസരിച്ചും വേർബ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്റൻസുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് മീനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് അസേർട്ടീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നും പറയും. സോ എ സെൻറ്റൻസ് ദാറ്റ് മേക്ക് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകളാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാക്റ്റോ ഒപ്പീനിയൻസോ ഇൻഫോർമേഷൻസോ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് റീഡിങ് എ ബുക്ക്, ഇന്ത്യ ഈസ് എ ഡെമോക്രറ്റിക് കൺട്രി എന്നുള്ളതൊക്കെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ദിസ് സെൻറ്റൻസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. സോ എക്സാമ്പിൾ വേർ ആർ യു ഗോയിങ്, ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്, ഇതൊക്കെ നമ്മൾ എന്താണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളാണ്. നെക്സ്റ്റ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കമാൻഡ്സോ റിക്വസ്റ്റോ അഡ്വൈസോ അല്ലെങ്കിൽ വിഷസോ പറയുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലീസ് ക്ലോസ് ദ ഡോർ അല്ലേ, ആൻഡ് സിറ്റ് ഡൗൺ ക്വയറ്റ്ലി ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് അല്ലേ. ഇതൊക്കെ എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസുകളെല്ലാം ഒരു സ്ട്രോങ് ഇമോഷൻസ് കാണിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് സർപ്രൈസ് ആവാം, ജോയ് ആവാം, ആങ്കർ ആവാം, എന്തുവാം. ആൻഡ് ഇറ്റ് വാസ് എൻഡ് വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സാമ്പിൾ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ ആൻഡ് ഹൗ അമേസിങ് ദിസ് ഇസ് അല്ലേ. ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. ഇനി സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് സെൻറ്റൻസുകൾ എന്ത് ചെയ്യാം, തിരിക്കാം. സോ ദാറ്റ് ഇസ് ക്ലോസ്. A clause is a group of words that has a subject and a predicate. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. സോ അതിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും. മെയിൻ ക്ലോസ് ക്യാൻ സ്റ്റാൻഡ് അലോൺ, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉണ്ടായിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കനോട്ട് സ്റ്റാൻഡ് അലോൺ, ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ സാധിക്കാത്തതാണ്. അതായത് ആയിട്ടുള്ള മീനിങ് ഉണ്ടായിരിക്കില്ല, ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ സബോർഡിനേറ്റ് ക്ലോസിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ് വരുന്നത്. സിമ്പിൾ സെൻറ്റൻസ് കണ്ടെയ്ൻസ് ഓൺലി വൺ മെയിൻ ക്ലോസ്. ഒറ്റ മെയിൻ ക്ലോസ് ആണ് സിമ്പിൾ സെൻറ്റൻസിൽ ഉണ്ടായിരിക്കുക. വൺ സബ്ജക്റ്റ് പ്ലസ് വൺ പ്രെഡിക്കേറ്റ്. എക്സാമ്പിൾ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്, രവി റോട്ട് എ ലെറ്റർ. സെക്കൻഡ് വൺ ഇസ് കോമ്പൗണ്ട് സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസിൽ ടു ഓർ മോർ മെയിൻ ക്ലോസുകൾ ഉണ്ടായിരിക്കും. ആൻഡ് അത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ടുള്ള ആൻഡ്, ബട്ട്, ഓർ, സോ തുടങ്ങിയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, കൺജങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം. എക്സാമ്പിൾ ഐ വോണ്ട് ടു ഗോ ഔട്ട് ബട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഷീ സ്റ്റഡീഡ് ഹാർഡ് ആൻഡ് ഷീ പാസ്ഡ് ദ എക്സാം. സോ രണ്ടും നോക്കുക. ഷീ സ്റ്റഡീഡ് ഹാർഡ്, അവൾ വളരെയധികം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു അല്ലേ. ആൻഡ് ഷീ പാസ്ഡ് ദ എക്സാം. രണ്ടും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉള്ള സെൻറ്റൻസുകളാണ്. സോ അതിനെ കണക്ട് ചെയ്യുന്നു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ടുള്ള ആൻഡ് യൂസ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് വരുന്നത്. സോ കോംപ്ലക്സ് സെൻറ്റൻസ് കണ്ടെയ്ൻസ് വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. കോംപ്ലക്സ് സെൻറ്റൻസിൽ
ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടായിരിക്കും. ഐ വെൻറ്റ് ഹോം ബിക്കോസ് ഐ വാസ് ടയേർഡ്. എക്സാമ്പിൾ, ആൻഡ് ദ ബോയ് ഹു വൺ ദ പ്രൈസ് ഇസ് മൈ ഫ്രണ്ട്. സോ ഇത് കോംപ്ലക്സ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസുകളാണ് നെക്സ്റ്റ് വരുന്നത്. പോസിറ്റീവ് മീൻസ് അഫർമേറ്റീവ് സെൻറ്റൻസുകളാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിത്തൗട്ട് നെഗേഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, പറയാണ്. ഷി ലൈക്സ് മ്യൂസിക്, ദേ ആർ കമ്മിങ് ടുഡേ ഇസ് ആൻ എക്സാമ്പിൾ. ദെൻ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. കണ്ടെയ്ൻ വേർഡ്സ് ലൈക്ക് നോട്ട്, നെവർ, നോ. So contains words like not, never, no. Then she does not like music, they are not coming today. So negative sentence la negative words ഉണ്ടായിരിക്കും. not, never, no തുടങ്ങിയിട്ടുള്ള വേർഡ്സുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് കോൺകോഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫൈൻ ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺകോഡ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് ടൈപ്സ് ആൻഡ് എസെൻഷ്യൽ റൂൾസ് ഫോക്കസിങ് ഓൺ കളക്റ്റീവ് നൗൺസ് ആൻഡ് പ്രോക്സിമിറ്റി. കോൺകോഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺകോഡ് എന്ന് പറയുന്നത്. സോ റിക്വയറിംഗ് ദാറ്റ് സബ്ജക്റ്റ് ആൻഡ് വേർബ് ഇസ് എ സെൻറ്റൻസ് ഇൻ എ സെൻറ്റൻസ് എഗ്രി ഇൻ പേഴ്സൺ ആൻഡ് നമ്പർ. നമ്പറിലും പേഴ്സണിലും എന്ത് ചെയ്യണം, സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്തിരിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, കോൺകോഡ് എന്ന് പറയുന്നത്. ദർ ആർ 3 മെയിൻ ടൈപ്സ്. 3 മെയിൻ ടൈപ്സുകളാണുള്ളത്. ഒന്ന് ഗ്രമാറ്റിക്കൽ, നോഷണൽ ആൻഡ് concord of proximity. So grammatical concord ensures that singular subject takes singular verbs. അപ്പോൾ grammatical concord ൽ പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നോഷണൽ കോൺകോഡ് ബേസസ് എഗ്രിമെൻറ്റ് ഓൺ ദ മീനിങ്. സോ മീനിങ്ങിലാണ് നോഷണൽ കോൺകോഡ് എന്ത് ചെയ്യുന്നത്, എഗ്രിമെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങിലാണ് ഉണ്ടാവേണ്ടത്. ദെൻ ഫോർ ഇൻസ്റ്റൻസ് പറയുന്നുണ്ട്, എ കളക്റ്റീവ് നൗൺ ലൈക്ക് കൗൺസിൽ ടേക്സ് എ സിംഗുലർ വേർബ് when viewed as a single unit but a plural verb if members are considered separately. Next, concord of proximity ആണ് നെക്സ്റ്റ് വരുന്നത്. So that dictates that the verb agrees with the nearest noun, particularly when subjects are joined by either or neither nor. Concord of proximity എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ dictates that the verbs agrees with the nearest noun. സോ verb എന്തായിരിക്കണം, അതിൻ്റെ നിയറസ്റ്റ് നൗണിന് എഗ്രി ചെയ്യുന്നതായിരിക്കും. പെർട്ടിക്കുലർലി വെൻ സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ, പെർട്ടിക്കുലർലി ഈ ഒരു വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്നുള്ള, അതായത് എയ്തർ നോർ അല്ലെങ്കിൽ നൈദർ നോർ യൂസ് ചെയ്യുന്ന സമയത്ത്. Then important rules include using plural verbs. Using plural verbs when subjects are joined by and unless they convey a single idea. ഒന്നെന്ന് പറയുന്നത് എന്താണ്, പ്ലൂറൽ വേർബ്സുകൾ യൂസ് ചെയ്യുക ഏത് സമയത്ത്, ദ സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആൻഡ്. സബ്ജക്ട്സുകൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലൂറൽ വേർബ്സുകൾ യൂസ് ചെയ്യാം. ആൻഡ് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഫർദർമോർ ക്വാണ്ടിഫയേഴ്സ് ലൈക്ക് വൺ ഓഫ് ഓർ ഈച്ച് ഓഫ്. ഇനി വൺ ഓഫ് ഈച്ച് ഓഫ് എന്ന് വരികയാണെങ്കിൽ അത് ഫോളോവേഡ് ബൈ പ്ലൂറൽ നൗൺസ്. പ്ലൂറൽ നൗൺസുകളാണ് കൊടുക്കേണ്ടത്, ബട്ട് സിംഗുലർ ആയിട്ടുള്ള വേർബ്സുകളാണ് വരേണ്ടത് എന്നുള്ള. ദെൻ കൺവേഴ്സ്ലി ഫ്രേസസ് ലൈക്ക് എ നമ്പർ ഓഫ് ഓർ എ ഗ്രേറ്റ് മെനി എന്നുള്ള ഫ്രേസസുകളാണ് വരുന്നത് എങ്കിൽ പ്ലൂറൽ വേർബ്സുകളാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ദെൻ വേർഡ്സ് ദാറ്റ് അപ്പിയർ പ്ലൂറൽ ബട്ട് ആർ സിംഗുലർ ഇൻ മീനിങ്. ചില വേർഡ്സുകൾ പ്ലൂറൽ ആയിരിക്കും ബട്ട് മീനിങ് നോക്കുകയാണെങ്കിൽ സിംഗുലർ ആയിരിക്കും. സച്ച് ആസ് മാത്തമാറ്റിക്സ്. എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്, മാത്തമാറ്റിക്സ് ഓർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് അത്തരത്തിലുള്ള വേർഡ്സുകളാണ്. ദാറ്റ് ഓൾസോ റിക്വയർസ് സിംഗുലർ വേർബ്സ്. അപ്പോൾ ഇതും എന്താണ്, സിംഗുലർ വേർബ്സുകളാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഈസ്
Discuss the 4 basic elements of the writing process and explain how the stage of drafting and revising contribute to a successful final text എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. സോ റൈറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് 4 essential elements. സോ റൈറ്റിങ്ങിന് 4 essential elements ആണ്: കണ്ടന്റ്, ഫോം, സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. സോ കണ്ടന്റ് പ്രൊവൈഡ്സ് ദ എസെൻസ് ഓഫ് എ വർക്ക്, അല്ലേ? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്കിൻ്റെ അതിൻ്റെ ടെക്സ്റ്റിനുള്ളിലുള്ള കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് ദ എസെൻസ് ഓഫ് എ വർക്ക്, ദെൻ ഐഡിയലി റൂട്ടഡ് ഇൻ റിയാലിറ്റി ടു മെയിൻറ്റെയിൻ ക്രെഡിബിലിറ്റി. Form determines and the genre, language and tone used to reveal the writer's objectives. So genresലൂടെ, ലാംഗ്വേജിലൂടെ, ടോണിലൂടെ റൈറ്റർ എന്താണ് ഒബ്ജക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റൈറ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നു? റിവീൽ ചെയ്യുന്നു. സ്ട്രക്ചർ ഇൻവോൾവ്സ് ഓർഗനൈസിങ് മെറ്റീരിയൽസ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം? ഒരു ലോജിക്കൽ സീക്വൻസിലായിരിക്കണം മെറ്റീരിയൽസ് എന്ത് ചെയ്തിട്ട് ഉണ്ടാവേണ്ടത്? അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ആൻഡ് സച്ച് ആസ് ദ ട്രഡീഷണൽ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കണം, മിഡിൽ ഉണ്ടായിരിക്കണം, എൻഡ് ഉണ്ടായിരിക്കണം. ഫൈനലി സ്റ്റൈൽ ആക്ട് ആസ് ദ ഓതേഴ്സ് യുണീക്ക് തം പ്രിന്റ്. സോ ഫൈനലി സ്റ്റൈൽ എന്ന് പറയുന്നത് ഓതറിൻ്റെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു thumb print ഉണ്ടായിരിക്കണം. That is shaped by their specific word choice and syntax. To produce legible work, writer must follow a systematic process. So during drafting, a writer creates a rough version by merging planned thoughts with new ideas while adhering to grammatical standards and considering the target audience. To produce legible work, ഒരു completely നല്ലൊരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? റൈറ്റേഴ്സ് ഒരു റഫ് വേർഷനും കൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്ലാൻഡ് തോട്ട്സുകൾ എഴുതാം ആൻഡ് പുതിയ പുതിയ ഐഡിയാസുകൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഗ്രമാറ്റിക്കൽ സ്റ്റാൻഡേർഡ് കൺസിഡർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സാധിക്കും. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓഡിയൻസിനെയും കൂടെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ എന്നുള്ളതാണ്. സോ ദ റിവൈസിങ് സ്റ്റേജ് ദെൻ റിക്വയർസ് എ കോംപ്രഹെൻസീവ് റിവ്യൂ ടു റെക്ടിഫൈ സ്ട്രക്ചറൽ ഇഷ്യൂസ് ആൻഡ് റാപ്പ് അപ്പ് ലൂസ് എൻഡ്സ്. ദെൻ റിവൈസിങ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിവ്യൂസ് ഉണ്ടാവണം. സോ ആ റിവ്യൂസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇഷ്യൂസുകൾ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ബൈ ആഡിങ് ഓർ റിമൂവിങ് കണ്ടന്റ് ഡ്യൂറിങ് റിവിഷൻ, the writer improves the overall flow and clarity of the text before delivery. So by adding or removing contents, കണ്ടൻസുകൾ ആഡ് ചെയ്യാൻ നമുക്ക്. അതോടൊപ്പം ആവശ്യമില്ലാത്ത കണ്ടൻസുകളാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്ത് കളയാം. ആൻഡ് റിവിഷൻ്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് റിമൂവ് ചെയ്ത് കളയുന്നത്. ആൻഡ് ദ റൈറ്റർ ഇംപ്രൂവ്സ് ദ ഓവറോൾ ഫ്ലോ ആൻഡ് ക്ലാരിറ്റി ഓഫ് ദ ടെക്സ്റ്റ് ബിഫോർ ഡെലിവറി. റൈറ്റർ എന്ത് ചെയ്യുന്നു? ഓവറോൾ ഫ്ലോ ഇംപ്രൂവ് ചെയ്യുകയും ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു റൈറ്റിങ്സിൻ്റെ ക്ലാരിറ്റി എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു ബിഫോർ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട്. Next question. Explain the classification of vocabulary based on frequency of usage and discuss the specific task learners should perform to develop their active vocabulary. So vocabulary എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈ, മിഡ് ആൻഡ് ലോ ഫ്രീക്വൻസി കാറ്റഗറികളായിട്ട് vocabulary എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി vocabulary എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് 3000 മോസ്റ്റ് കോമൺ വേർഡ്സ് used in daily conversation. So mid frequency vocabulary എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് അക്കാദമിക് ടേംസുകളാണ്. സോ എസ്പെഷ്യലി നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ സ്റ്റഡി ചെയ്യുന്ന ആളുകൾ സംസാരിക്കുന്നത്. ദെൻ ലോ ഫ്രീക്വൻസി വേർഡ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ യൂസ്ഡ് ലെസ് ഓഫൺ ആൻഡ് ആർ ടിപ്പിക്കലി സ്റ്റഡീഡ് ഇൻഡിപെൻഡൻ്റ്ലി. സോ വളരെ ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലോ ഫ്രീക്വൻസി
വേർഡ്സ് എന്ന് പറയുന്നത്. സോ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ, വൊക്കാബുലറിയുടെ പവർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ലേണേഴ്സ് എന്ത് ചെയ്യുക, 4 ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടതുണ്ട്. സോ കീപ്പിംഗ് വൊക്കാബുലറി റെക്കോർഡ്സ് ഇൻ നോട്ട്ബുക്സ് യൂസിങ് പിക്ചേഴ്സ് ഓർ പ്രൊനൗൺസിയേഷൻ ഗൈഡ്സ്. സോ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഒരു വൊക്കാബുലറി റെക്കോർഡ് ബുക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. Then learning word grammar to use parts of speech. Word grammars എന്ത് ചെയ്യാം, ലേൺ ചെയ്യാം to use parts of speech and using dictionaries for accurate meaning. Dictionaries use ചെയ്യാം. Then crucially learners must take risk with vocabulary by using new challenging words. സോ യൂഷ്വലി എന്ത് ചെയ്യാം, ക്രൂഷ്യലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പുതിയ പുതിയ വേർഡ്സ് കണ്ടെത്തിയാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് പ്രാക്ടീസ് ഹെൽപ്സ് ടേൺ പാസീവ് വൊക്കാബുലറി. പാസീവ് വൊക്കാബുലറിയിൽ നിന്നും നമുക്ക് എന്താണ്, ഒരു കോംപ്ലിക്കേറ്റഡ് വൊക്കാബുലറിയിലോട്ട് മൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇൻ ടു ആൻ ആക്റ്റീവ് വൊക്കാബുലറി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് കോൺഫിഡൻ്റ്ലി ആൻഡ് സ്മൂത്ത്ലി ഇൻ പേഴ്സണൽ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. സോ ഇത്തരത്തിലുള്ള വേർഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. Then moving on to the next question, that is distinguish between summary and precise writing and outline the essential steps involved in crafting a precise. So ഇപ്പോൾ പ്രിസൈസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ്, സമ്മറി ആണെങ്കിലും നമ്മൾ എന്താണ്, ഷോർട്ട് വേർഷനാണ് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് എഴുതുന്നതിനാണ് രണ്ടും എന്ന് പറയുന്നത്. പക്ഷേ ആ സമ്മറി എന്ന് പറയുന്നത് ഒരു ജനറൽ ഓവർവ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ലോങ് വർക്കിൻ്റെ, കീപ്പിംഗ് ദ സെയിം മീനിങ്, അതേ മീനിങ്ങിൽ തന്നെ. വെറാസ് പ്രിസൈസ് ഈസ് ഹൈലി പ്രിസൈസ് അല്ലേ. സോ പ്രിസൈസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്തായിരിക്കും, ഷോർട്ട് ആൻഡ് വേർഷൻ ആയിരിക്കും, ഇൻക്ലൂഡിങ് ഓൺലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. സോ കീ ഡിഫറൻസ് ഇൻക്ലൂഡ് എ പ്രിസൈസ് മസ്റ്റ് ഹാവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. ഒരു പ്രിസൈസിന് എന്തുണ്ടായിരിക്കും, ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് റിട്ടൺ, നെവർ സ്പോക്കൺ. സോ പ്രിസൈസ് എപ്പോഴും എന്തായിരിക്കും, റിട്ടൺ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഫോക്കസസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ ഓൾ മെയിൻ പോയിൻറ്റ്സ് അല്ലേ. സോ ഒരു പ്രിസൈസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് പറയുന്നത്, എല്ലാ പോയിൻറ്റ്സുകളും ഉൾപ്പെടുത്താറില്ല. Next, the step for precise writing involves reading the passage thoroughly and highlighting only essential points. So precise writing ന്റെ സ്റ്റെപ്സുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ആ ഒരു പാസേജ് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എസെൻഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഒരു റൈറ്റർ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് അത് എന്ത് ചെയ്യുക, അതിൻ്റെ ബ്രെവിറ്റി, ക്ലാരിറ്റി, ഗ്രാമാറ്റിക്കൽ അക്യുറസി എല്ലാം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദെൻ ദിസ് ഡ്രാഫ്റ്റ് ഷുഡ് ബി ക്രിട്ടിക്കലി റിവ്യൂഡ് ആൻഡ് റിവൈസ്ഡ് ടു ക്രിയേറ്റ് ദ ഫൈനൽ വേർഷൻ അല്ലേ. സോ എന്നിട്ട് ഈ ഒരു റഫ് ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ റിവ്യൂ ചെയ്യുക ആൻഡ് റിവൈസ് ചെയ്യുക, എന്നിട്ട് ഒരു ഫൈനൽ വേർഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ വിച്ച് ഐഡിയലി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പാരഗ്രാഫ് ദാറ്റ് ഈസ് 1/3 the length of the original അല്ലേ, which really consists of a single paragraph. അതിലെന്തായിരിക്കും, ഒരു സിംഗിൾ പാരഗ്രാഫ് ആയിരിക്കും സാധാരണ ഒരു പ്രിസൈസ് ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് ഈസ് 1/3 the length of the ഒറിജിനൽ വർക്കിൻ്റെ 1/3, 1/3 ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, പ്രിസൈസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ക്രൂഷ്യലി ദ പ്രിസൈസ് മസ്റ്റ് നോട്ട് ഇൻക്ലൂഡ് ദ റൈറ്റേഴ്സ് പേഴ്സണൽ ഒപ്പീനിയൻസ്. പ്രിസൈസിൽ എന്ത് ഉണ്ടാവില്ല, റൈറ്ററിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ടാവില്ല. ഓർ എനി ഐഡിയാസ് ആബ്സെൻറ്റ് ഫ്രം ദ ഒറിജിനൽ പാസേജ് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, ഓർ എനി ഐഡിയ ആബ്സെൻറ്റ് ഫ്രം ദ ഒറിജിനൽ പാസേജ്. അതായത് എല്ലാം എന്തായിരിക്കും, ഒറിജിനൽ പാസേജിൽ നിന്നുള്ളതായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പർപ്പസ് ഓഫ് ആൻ അബ്സ്ട്രാക്ട് in research writing and explain the features that constitute a high
ക്വാളിറ്റി അബ്സ്ട്രാക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രീഫ് കോംപ്രഹെൻസീവ് സമ്മറിയാണ്. ഒരു റിസർച്ച് പേപ്പറിൻ്റെ ഒരു ബ്രീഫ് കോംപ്രഹെൻസീവ് സമ്മറിയാണ് ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അല്ലെങ്കിൽ ഒരു ഡിസർട്ടേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ജേർണലിൻ്റെയോ പ്രൈമറിലി പർപ്പസ് എന്ന് പറയുന്നത് ഒരു റീഡേഴ്സിന് എന്ത് ചെയ്യുക, ഒരു ഓവർവ്യൂ കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫുൾ ടെക്സ്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഒരു ഓവർവ്യൂ കൊടുക്കുക എന്നുള്ളതാണ്. that decide whether the full text is relevant or their needs അല്ലേ. സോ അതിലൂടെ ആ ഒരു ടെക്സ്റ്റ് റെലവൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ അൺലൈക്ക് ആൻ ഇൻട്രൊഡക്ഷൻ വിച്ച് ഫോക്കസ് ഓൺ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അബ്സ്ട്രാക്ട് സമ്മറീസ് ആൻഡ് പർപ്പസ്, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. സോ അൺലൈക്ക് ആൻ ഇൻട്രൊഡക്ഷനെ പോലെയല്ല ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ബാക്ക്ഗ്രൗണ്ട്. സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെയാണ് ഫോക്കസ് ചെയ്യുക. പക്ഷേ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പർപ്പസും സ്കോപ്പും സിഗ്നിഫിക്കൻസും ആണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒരു നല്ല അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ വിത്തൗട്ട് ഔട്ട്സൈഡ് റെഫറൻസസ്. ആൻഡ് ദാറ്റ് abstract should be concise, ideally 300 words, and include keywords for digital indexing and searchability. So keywords ഉണ്ടായിരിക്കും. Then stylistically it should avoid complicated language use inanimate subject. So it should avoid complicated ആയിട്ടുള്ള ലാംഗ്വേജുകൾ അവോയ്ഡ് ചെയ്യാം. Then rather than personal pronouns like I or we, and use inanimate subjects. Example, this paper suggests, rather than personal pronoun I and we. I and we ക്ക് പകരം this paper suggest എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ടും എഴുതേണ്ടത്. സോ ഒരു പേഴ്സണൽ ടച്ച് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള, ബിക്കോസ് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് കംപ്ലീറ്റഡ് വർക്ക്. കാരണം ഇത് ഒരു കംപ്ലീറ്റഡ് വർക്കിൻ്റെ സമ്മറിയാണ് അല്ലേ. ഇറ്റ് ഈസ് ടിപ്പിക്കലി ദ ലാസ്റ്റ് പാർട്ട് ഓഫ് എ തെസിസ്. ഒരു തെസിസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ റിട്ടൺ ഓൾദോ ഇറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ ബിഗിനിങ്. Define the term report and evaluate the difference between informal reports and formal reports എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് ആണ്. സോ അതിലെന്തുണ്ടായിരിക്കും, ദാറ്റ് ക്യാരീസ് ബാക്ക് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് പാസ്റ്റ് ഇവൻറ്റ്സ് ടു ഇൻഫോം അല്ലേ. സോ ഒരു റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടായിരിക്കുക, ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ പാസ്റ്റ് ഈവൻറ്റ്സ് അല്ലെ, പാസ്റ്റ് ഈവൻറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ്. ആൻഡ് അനലൈസ് ഓർ മേക്ക് റെക്കമെൻഡേഷൻസ്. ഇറ്റ് മസ്റ്റ് ഒബ്ജക്റ്റീവ്ലി ആൻസർ വിത്ത് 5 journalistic question: who, what, when, where and why. സോ ഇത് കൂടുതലായിട്ട് എന്താണ് ചോദിക്കുന്നത്, എന്താണ് 4 ജേർണലിസ്റ്റിക് ക്വസ്റ്റ്യനിലൂടെയാണ് ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ഹൂ, വാട്ട്, വെൻ, വേർ ആൻഡ് വൈ എന്നുള്ളതാണ്. സോ ഇൻഫോർമൽ റിപ്പോർട്ട്സ് ഓൾസോ കാൾ ഷോർട്ട് റിപ്പോർട്ട്സ്. ഇൻഫോർമൽ റിപ്പോർട്ട്സുകളെ ഓൾറെഡി ഷോർട്ട് റിപ്പോർട്ട്സുകൾ എന്ന് വിളിക്കാറുണ്ട്. യൂസ് എ കാഷ്വൽ സ്റ്റൈൽ ഫോർ ഇമ്മീഡിയറ്റ് ഇൻറ്റേർണൽ നീഡ്സ് ആൻഡ് ആർ യൂഷ്വലി അണ്ടർ 10 pages. ഒരു ഷോർട്ട് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ അതൊരു യൂഷ്വലി 10 pagesന് താഴെയാണ് ഉണ്ടായിരിക്കുക. ദേ ഇൻക്ലൂഡ് ലെറ്റർ റിപ്പോർട്ട്സ്, അതായത് 4 to 5 pages യൂസിങ് എ ബിസിനസ് ലെറ്റർ ഫോമാറ്റ് വിത്ത് പേഴ്സണൽ പ്രൊനൗൺസ്. 4 to 5 pages നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബിസിനസ് ലെറ്റർ ഫോമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മെമ്മോ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2 to 3 pages ആണ് ഉണ്ടായിരിക്കുക. അവിടെ ഇൻ്റർ ഓഫീസ് റൂട്ടീൻ ഫാക്ട്സുകളാണ് എഴുതുന്നത്. ദെൻ ഫോർമൽ റിപ്പോർട്ട്സ് ആർ മോർ എക്സ്റ്റെൻസീവ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻഫോർമേഷണൽ ഓർ അനലിറ്റിക്കൽ പർപ്പസ്. സോ ഫോർമൽ റിപ്പോർട്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആണ്. അതുമാത്രമല്ല അതിൽ നമ്മൾ ഇൻഫോർമൽ ഓർ അനലിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then they are classified into routine reports. സോ ഇതിനെ എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റുട്ടീൻ റിപ്പോർട്ട്സ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പബ്ലിഷ്ഡ് റെഗുലർലി ലൈക്ക് പ്രോഗ്രസ് ഓർ ലാബ് റിപ്പോർട്ട്സ്. സോ ഇൻഫോർമേഷണൽ റിപ്പോർട്ട്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ട്സ് ആൻഡ്
ഇൻഫോർമേഷണൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിംഗ് ഫാക്ട്സ് വിത്തൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻസ് ഇല്ലാതെ ഫാക്ട്സുകൾ മാത്രം പ്രസൻറ്റ് ചെയ്യുക. ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് അനലറ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ആൻഡ് പെർസ്യൂസീവ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അനലൈസിസ് പ്രൊവൈഡ് ഡീപ്പ് അനലൈസിസ് ടു സജസ്റ്റ് സൊല്യൂഷൻ ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ സ്പെസിഫിക് പ്രോബ്ലംസ്. Analyze the benefits of the editing process and discuss the technical tips essential for effective proofreading. So editing process എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് എ റിഫൈനിങ് പ്രോസസ്സ് അല്ലേ? നമ്മൾ എഴുതിയിട്ടുള്ള ഡ്രാഫ്റ്റ് എന്ത് ചെയ്യാണ്? റിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ബെനഫിറ്റ്സ് റൈറ്റേഴ്സ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. So writers, by ensuring clarity, consistency and a focused theme, the process involves checking grammar. So ഇപ്പോൾ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇത് കുറച്ചും കൂടെ ബെനഫിറ്റഡ് ആയിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാമർ ചെക്ക് ചെയ്യുന്നു, അൺനെസസറി ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു, അൺനെസസറി ആയിട്ടുള്ള വേർഡ്സുകൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ സ്മൂത്ത് ട്രാൻസിഷൻ അല്ലേ. ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് പ്രൂഫ് റീഡിങ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂഫ് റീഡിംഗ് ആണ്. ദെൻ എ ചെക്ക് ഫോർ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ലാസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ് ചെക്ക് ചെയ്യുന്നത്, സ്പെല്ലിങ്ങും ഗ്രാമറും ആണ്. ആൻഡ് എറേഴ്സ് അറ്റ് ദ സെൻറ്റൻസ് ലെവൽ. സെൻറ്റൻസിലുള്ള അതായത് ഗ്രാമർ, സ്പെല്ലിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് പ്രൂഫ് റീഡിങ്ങിൽ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നത്. Then effective tips include reading the text slowly and allowed to catch tricky spelling or missing subject. So reading the text slowly, ടെക്സ്റ്റ് വളരെ സ്ലോലി വായിച്ചുകൊണ്ട് ലൗഡ്ലി വായിച്ചുകൊണ്ട് നമുക്ക് സ്പെല്ലിങ്ങും മിസ്സിങ്സും എന്ത് ചെയ്യാം, മിസ്സിംഗ് സബ്ജക്റ്റുകളും കണ്ടെത്താം. ദെൻ പ്രൂഫ് റീഡേഴ്സ് ഷുഡ് സെർച്ച് ഫോർ വൺ ടൈപ്പ് ഓഫ് എറർ അറ്റ് എ ടൈം അല്ലേ. പ്രൂഫ് റീഡേഴ്സ് എന്ത് ചെയ്യണം, should search for one type of error at a time. So example, just spelling first, and take regular breaks to maintain focus. Writers should not rely solely on spell checkers. Writers completely spell checking മാത്രം നടത്തിയാൽ പോരാ, as they have limited vocabularies and may miss context dependent errors or similar sounding words. So ഒരേ സൗണ്ടിങ് വേർഡ്സുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും, സ്പെല്ലിംഗ് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. സോ സ്പെൽ ചെക്കേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വൊക്കാബുലറി നമുക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ സ്പെൽ ചെക്കേഴ്സ് യൂസ് ചെയ്യാം. കൺസൾട്ടിങ് എ ഡിക്ഷണറി ഓർ എ കൊളീഗ് ഈസ് റെക്കമെൻഡഡ് ടു എൻഷുർ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡിക്ഷണറി കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. Next, explain the fundamental components of a sentence and the different categories of a sentence based on their communicative purpose. So communicative purpose-ന്റെ ബേസിസിൽ നമ്മുടെ സെൻറ്റൻസ് കാറ്റഗറിയാണ് ചോദിച്ചിട്ടുള്ളത്. എവ്രി സെൻറ്റൻസ് ഇസ് കമ്പോസ്ഡ് ഓഫ് ടു പ്രൈമറി പാർട്സ്. രണ്ട് പ്രൈമറി പാർട്സുകളാണ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അല്ലേ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൂ ഓർ വാട്ട് ദ സെൻറ്റൻസ് ഇസ് അബൌട്ട് അല്ലേ. ആൻഡ് while the predicate provides information about that subject. So what the subject, so who or what the sentence le, and predicate ennu parayunnathu provides information about that subject, typically containing a verb. Predicates la endundayirikkum oru verb undayirikkum. Sentences are further categorized into 4 types based on the formation they seek to convey. സോ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് സെൻറ്റൻസിനെ 4 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. ദെൻ ഡിക്ലറേറ്റീവ് or assertive sentence are statements and that convey information, to express ideas and they end with a period. Next, imperative sentence functions as commands or request.
പീരിയഡിലോ അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. ദെൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് സ്ട്രോങ് ഇമോഷൻസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സ്ട്രോങ് ഇമോഷൻസ് ആണ്. കൺക്ലൂഡ് ചെയ്യുന്നത് എക്സ്ക്ലമേറ്ററി മാർക്കിലായിരിക്കും. ഫൈനലി ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്നാൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളാണ് അല്ലേ. സോ ദാറ്റ് സീക്ക് ഇൻഫോർമേഷൻ ആൻഡ് എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. Additionally, sentences are classified as positive when they express affirmation, negative when they express denial, often transformed by adding or removing the word not. So additionally, positive sentence ഉണ്ട്, നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഫർമേഷൻ ചോദിക്കുന്നതാണ്, അതായത് കൺഫർമേഷൻ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഡിനയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. So next, discuss the 4 primary types of essay and the essential components required to structure a well-organized essay. So essays are generally grouped into 4 main types. 4 main types of essays ആണുള്ളത്. Expository essay, narrative essay, persuasive essay, descriptive essay. So expository essays എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ടോപ്പിക് യൂസിങ് ഫാക്ട്സ് ആൻഡ് കമ്പാരിസൺസ് അല്ലേ, ടോപ്പിക്സ് യൂസിങ് facts and comparisons, whereas narrative essay tell a story often from a personal point of view. Expository essay എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ നമ്മൾ പറയാറുണ്ട്. നെക്സ്റ്റ് നറേറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാനായിട്ടാണ്. ദെൻ പേഴ്സുവേസീവ് എന്ന് പറഞ്ഞാൽ റീഡേഴ്സിനെ പേഴ്സുവേഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് റീഡേഴ്സിനെ റൈറ്റർ പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ റൈറ്ററുടെ ആർഗ്യുമെൻറ്റ് എന്ത് ചെയ്യുക, റീഡേഴ്സിൽ പേഴ്സ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ട്സുകൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുള്ള എസ്സേസ് ആണ്. അപ്പോൾ അതൊരു പ്ലേസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചാവാം എന്നാണ്. Then structurally every essay consists of 3 main parts. So structurally നോക്കുകയാണെങ്കിൽ ഓരോ എസ്സേക്കും 3 മെയിൻ പാർട്സുകളാണ് ഉണ്ടാകുന്നത്. ആൻഡ് the introduction, the development of the idea and the conclusion അല്ലേ. Introduction, the development of the idea and the conclusion. So introduction and conclusion may be a single paragraph each. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എന്തായിരിക്കാം, ഒരു സിംഗിൾ പാരഗ്രാഫ് മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പല പാരഗ്രാഫ് ഉണ്ടായിരിക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെവറൽ പാരഗ്രാഫ് ഉണ്ടായിരിക്കാം. ദെൻ എ ഗുഡ് എസ്സേ ഈസ് വെൽ ഓർഗനൈസ്ഡ്, അക്യുറേറ്റ് ആൻഡ് അവോയ്ഡ് അൺനെസസറി ഡീറ്റെയിൽസ്. ഒരു നല്ല എസ്സേ എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കണം, അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഒഴിവാക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് കവർ ദ ടോപ്പിക് thoroughly while remaining clear and focused. ക്ലിയർ ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം, തന്നിട്ടുള്ള ടോപ്പിക് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നതായിരിക്കണം. ആൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നമ്മൾ ഇൻറ്റൻഡ് ചെയ്യുന്ന ഓഡിയൻസിനനുസരിച്ചായിരിക്കണം. ആൻഡ് ഓതർ ഷുഡ് സ്ട്രൈവ് ടു റിമൈൻ ഫെയർ ആൻഡ് അൺബയാസ്ഡ്. ഫെയർ ആയിട്ടും അൺബയാസ്ഡ് ആയിട്ടും റൈറ്റർ എന്ത് ചെയ്യുക, എഴുതുക. ഈവൻ വെൻ എക്സ്പ്രസിങ് എ സബ്ജക്റ്റീവ് വ്യൂ പോയിൻറ്റ്സ് അല്ലേ, ഒരു സബ്ജക്റ്റീവ് വ്യൂ പോയിൻ്റ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ പോലും അൺബയാസ്ഡും ഫെയറും ആയിരിക്കുക എന്നുള്ളതാണ്. Then describe the essential features of a high quality report and the standard structure used for professional reporting. So describe the essential features of a high quality report. ഒരു high quality റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതോടൊപ്പം തന്നെ എന്താണ് പ്രൊഫഷണൽ റിപ്പോർട്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A good report must have a clear objective and utilize easy, accurate and objective language. ഒരു നല്ല റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഈസി ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇനി എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ്, റെലവൻ്റ് ആയിരിക്കണം, കൺസൈസ്നെസ് ഉണ്ടായിരിക്കണം, ആൻഡ് ആൻ അൺബയാസ്ഡ് ടോൺ. ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ടോണിലായിരിക്കണം പറയേണ്ടത്.
Then writer should avoid unnecessary information. Unnecessary ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. യൂസ് ജാർഗൺ ഓൺലി വെൻ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ടാർഗറ്റ് ഓഡിയൻസ്. ഇനി ജാർഗൺ വേർഡ്സുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസുകൾ യൂസ് ചെയ്യപ്പെടാൻ ചോദിച്ചാൽ ഓഡിയൻസിനനുസരിച്ച് മാത്രം യൂസ് ചെയ്യാം. ഓഡിയൻസ് നമ്മളൊരു ഹൈലി സ്കോളേഴ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് they know. The standard structure of a professional report begins with a title and a table of contents. സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം, കണ്ടൻറ് ടേബിൾ ഉണ്ടായിരിക്കണം, ആൻഡ് ദ ബോഡി ഓഫ് എ റിപ്പോർട്ട് ടിപ്പിക്കലി ഓപ്പൺ വിത്ത് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. സോ ഇനി ഒരു റിപ്പോർട്ടിൻ്റെ ബോഡി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം വെച്ചുകൊണ്ടായിരിക്കണം. ആൻഡ് ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡിങ് ആൻ ഓവർവ്യൂ ഓഫ് ദ topic. So this is followed by the context and the procedure which explains the background and the methodology used to gather information. So ഇതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? This is followed by the context and procedures. So that context and procedures explain the background and the methodology used to gather. The most critical section are the finding and the recommendation, where discoveries are detailed and suggestions are made. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും ആണ്. ആൻഡ് ദ റിപ്പോർട്ട് കൺക്ലൂഡ്സ് വിത്ത് എ സമ്മറി, ആൻഡ് കൺക്ലൂഡ് ചെയ്യേണ്ടത് ഒരു സമ്മറിയിലാണ്. ആൻഡ് ഫോളോഡ് ബൈ അപ്പൻഡിക്സ് ഫോർ എക്സ്ട്രാ ഡാറ്റ, ആൻഡ് ബിബ്ലിയോഗ്രഫി ഉണ്ടായിരിക്കണം, നമ്മൾ ഏതൊക്കെ സോഴ്സ് യൂസ് ചെയ്തു എന്നറിയാൻ. ആൻഡ് ന്യൂസ് റിപ്പോർട്ട് ഫോളോ എ സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദിസ്, consisting of a headline, report details, body and the conclusion. ഒരു ന്യൂസ് റിപ്പോർട്ട് ആണെങ്കിൽ ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ആണ്. അതായത് ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം, റിപ്പോർട്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം, ബോഡി ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു പേപ്പറിലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.